today we are discussing about production of metals. Okay, production of metals. So ഇന്ന് ഈ പോർഷനിൽ ഒരു നമ്മുടെ സമ്മറിയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, ഈ നമ്മൾ 10th എക്സാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റൈറ്റ്? സോ അപ്പം പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസിലെ ഒരു കിസ്. വാട്ട് ഈസ് കിസ്? കിസ് എന്ന് കേൾക്കുമ്പോൾ നമുക്കതിന് ചിരി വരൂല്ലേ? സോ കിസ് ഈസ് കീപ് ഇറ്റ് ഷോർട്ട്. ഓക്കെ, കീപ് ഇറ്റ് വെരി ഷോർട്ട്. സോ ദാറ്റ് ഈസ് കിസ്. സോ നമ്മൾ ഈ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസിൻ്റെ കിസ്സാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് നമ്മൾ ഫോക്കസ് ഏരിയ ടോപ്പിക്സ്. സോ നമ്മളിപ്പോൾ 10th എക്സാം പ്രിപ്പയർ ചെയ്യാണ് 2021, റൈറ്റ്? സോ നമ്മൾ ഇതിൻ്റെ വളരെ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ഏതാണെന്നാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഈസ് മിനറൽസ് ആൻഡ് ഓർ, and the next one is concentration of ore, next is extraction, then refining, then industrial production of ore. So ഇതാണ് നമ്മുടെ വളരെ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ്. ബട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല, റൈറ്റ്? ക്വസ്റ്റ്യൻ ഇടുന്നത് നമ്മളാരുമല്ല. സോ ചിലപ്പം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പം ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് എന്ന് വരും, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കുറഞ്ഞ പോർഷൻസ് എന്ന് വരും. സോ നമ്മൾ ഇവിടെ മൊത്തം ഡിസ്കസ് ചെയ്യാണ്. വെരി ഷോർട്ടായിട്ട് നമ്മൾ ഇത് ഫുൾ ഡിസ്കസ് ചെയ്യാണ്. സോ എഗെയിൻ ഐ എം റിപ്പീറ്റിംഗ്, നമ്മളിതിൻ്റെ കിസ് പാർട്ട് നോക്കുവാണ്. ഓക്കെ, കീപ് ഇറ്റ് ഷോർട്ട്. സോ mineral, the first portion as mineral and ore, right? So what is mineral and what is ore? So ningalode first question may be like, what is the difference? Okay, so metallic compound generally seen in earth crust, a mineral from which a metal is extracted. Okay, so mineral എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എർത്ത് സർഫേസിലെ ഒരു കോമ്പൗണ്ട്സ് ആണ്, റൈറ്റ്? ഓർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് മിനറലിൽ നിന്നാണോ നമുക്കൊരു മെറ്റൽ കിട്ടേണ്ടത്, ദാറ്റ് ഈസ് ഓർ. ഏത് മിനറലിൽ നിന്നാണോ നമുക്ക് ഒരു മെറ്റൽ കിട്ടേണ്ടത്, ദാറ്റ് ഈസ് ഓർ. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മിനറൽ ആൻഡ് ഓർ? The next is we are introducing some important ores and their chemical formula. So നമുക്ക് അലൂമിനിയം കിട്ടണമെങ്കിൽ ബോക്സൈറ്റ് എന്ന ഓറിൽ പോകണം. സോ നമുക്ക് എളുപ്പത്തിൽ നമ്മൾക്കാം അലൂമിനിയം ബോക്സ്, റൈറ്റ്? അലൂമിനിയം ബോക്സ്. ഓക്കെ, സോ ദാറ്റ് ഈസ് അലൂമിനിയം ബോക്സൈറ്റ്. ആൻഡ് ദ കെമിക്കൽ ഇക്വേഷൻ നമ്മളോട് ചോദിക്കും, ചിലപ്പോൾ ചോദിക്കും വാട്ട് ഇസ് ദ ഓർ ഓഫ് അലൂമിനിയം ഓർ വാട്ട് ഇസ് ദ ഓർ ഓഫ് കോപ്പർ, ലൈക്ക് ദാറ്റ്. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓർ നമ്മൾ ഓർത്തേക്ക്. ഫസ്റ്റ് നമ്മൾ പഠിച്ചു അലൂമിനിയം ബോക്സ് ആൻഡ് ഇറ്റ് ഈസ് Al2O3.2H2. Then next is iron. Here this is iron and aluminum is very important. Okay, so iron അകത്തെ hematite and magnetite. സോ നമുക്ക് ഹേമന്തം മാഗന്ധം എന്ന് വിളിക്കാം, റൈറ്റ്? മാഗ്നറ്റൈറ്റ് ആൻഡ് ഹേമറ്റൈറ്റ്. സോ ഹേമറ്റൈറ്റ് ഈസ് Fe2O3. ദെൻ മാഗ്നറ്റൈറ്റ് എന്ന് പറയുമ്പം Fe2 ആണ് ഇവിടെ, മാഗ്നറ്റൈറ്റ് 3 ആയി, O3 ആണ്, O4 ആയി, ഒന്ന് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, സോ അയൺ, മാഗ്നറ്റൈറ്റ് ആൻഡ് ഹേമറ്റൈറ്റ്. ആൻഡ് കോപ്പർ പൈറേറ്റ് ആൻഡ് കുപ്രേറ്റ്. കോപ്പർ പൈറേറ്റ് ആൻഡ് കുപ്രേറ്റ്. അത് നമുക്ക് കുറച്ചും കൂടി വേഗം കിട്ടും. കോപ്പർ ആയതുകൊണ്ട് കോപ്പർ പൈറേറ്റും കോപ്പർ കുപ്രേറ്റും. ഓക്കെ, ദെൻ സിങ്ക് ബ്ലെൻഡ് ആൻഡ് കലാമിൻ. സോ നമ്മൾ ചില മരുന്നില്ലേ, കലാമിൻ മരുന്ന്, സോ ദാറ്റ് ഈസ് കലാമിൻ. ഓക്കെ, സോ ഇത് ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് 1 മാർക്സിനൊക്കെ ചോദിച്ചേക്കാം. ഓക്കെ, ആൻഡ് ദ കെമിക്കൽ ഫോർമുല. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് സ്റ്റബ്സ് ഇൻ മെറ്റലർജി. ഓക്കെ, നമ്മളിനി ഈ ചാപ്റ്ററിൻ്റെ ഹാർട്ട് ഡിസ്കസ് ചെയ്യാണ്. വെരി ഇമ്പോർട്ടൻറ്റ് പോർഷൻ. ഓക്കെ, പക്ഷേ ഇത് വളരെ സിമ്പിളാണ്. ഇതാരും വലിയ ഹെവി ആയിട്ട് എടുത്ത് വെക്കരുത്. ഇറ്റ്സ് വെരി സിമ്പിൾ. സോ നമ്മൾ ഈ ചാപ്റ്ററിൽ ഒരു മെറ്റൽ പ്രൊഡ്യൂസ് ചെയ്യാണ്. ഒരു മെറ്റൽ നമ്മൾ കണ്ടുപിടിക്കുകയാണ്, റൈറ്റ്? സോ നമ്മളതിന് കുറച്ച് വേസ് ഉണ്ട്, കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. കോൺസെൻട്രേഷൻ ഓഫ് ഓർ ഇസ് വെരി സിമ്പിൾ. നമ്മൾ എർത്തിൽ നിന്ന് നമ്മളൊരു ഓർ എടുക്കുന്നു, റൈറ്റ്? ഈ ഓറിനെ നമ്മൾ ആദ്യം നമ്മൾ ഫുൾ ചെളിയായിട്ടിരിക്കാൻ നമ്മൾ കഴുകി വൃത്തിയാക്കണം, റൈറ്റ്? സോ ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. വെരി സിമ്പിൾ. ആദ്യം നമ്മൾ ഓറിനെ കണ്ടുപിടിച്ച് അതിനെ കഴുകി വൃത്തിയാക്കുന്നു. അതിൻ്റെ ഒരു കെമിക്കൽ, ഒരു സ്യൂട്ടബിൾ വേർഡാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. ഇനി നെക്സ്റ്റ്, അങ്ങനെ ഓറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആഫ്റ്റർ കോൺസെൻട്രേഷൻ വി ഹാവ് ടു എക്സ്ട്രാക്ട് ദ മെറ്റൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മെറ്റലിനെ എടുത്തു. ഇനി നെക്സ്റ്റ് മെറ്റലിനെ പ്യൂരിഫൈ ചെയ്തു. സോ കോൺസെൻട്രേഷൻ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? കഴുകി വൃത്തിയാക്കുന്നു. ദെൻ നെക്സ്റ്റ് ഈസ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ. ആൻഡ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ മീൻസ് നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് കഴുകി വൃത്തിയാക്കിയൊക്കെ ഓറിൻ്റെ അകത്തുനിന്ന് ഏത് മെറ്റലാണോ എടുക്കേണ്ടത് അതേ നമ്മളെടുത്തു. അത് കഴിഞ്ഞിട്ട് അതിനെ വളരെ പ്യുവറാക്കി, പ്യൂരിഫൈ. സോ ദീസ് ആർ ദ 3 important steps.
Okay, so next is concentration of ore. സോ നമ്മൾ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ആ ഓറ് അല്ലേ, അത് ഫുള്ള് ചെളിയുള്ള സാധനമാണ്. നമ്മൾ അത് ഇംപ്യൂരിറ്റീസ് മാറ്റണം, റൈറ്റ്? ഈ ഇംപ്യൂരിറ്റീസിനെ മാറ്റാൻ നമുക്കറിയാം ഓരോന്നിനും ഓരോ സ്വഭാവമാണ്, റൈറ്റ്? മീൻസ് എന്നെ പോലെ അല്ലായിരിക്കും നിങ്ങളെപ്പോലെ ആയിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സ്. സോ ഐ ലൈക്ക് ദാറ്റ് എലമെൻസും മീൻസ് മെറ്റൽസും എന്താണ് വളരെ വളരെ ഡിഫറെൻറ്റ് സ്വഭാവമാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഡിഫറെൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, സോ മെറ്റൽസിന് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആണ്. അതുകൊണ്ട് നമ്മൾ അവരെ ഡിഫറെൻറ്റ് മെത്തേഡ്സിൽ എന്ത് ചെയ്യണം, അവരെ ഹാൻഡിൽ ചെയ്യണം. സോ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. സോ ദ പ്രോസസ് ഓഫ് റിമൂവിങ് ഇംപ്യൂരിറ്റീസ്. സോ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇംപ്യൂരിറ്റീസ് ഇതിനെയാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. റിമൂവിങ് ഇംപ്യൂരിറ്റീസ്, അതായത് മണ്ണും ചെളിയൊക്കെ മാറ്റിക്കളയുന്ന പരിപാടിനെയാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറയുന്നത്. ഓക്കെ, then the first step is hydraulic wash or levitation, and the next is fourth, and the next is magnetic separation, and next is leaching. So ഈ 4 methods ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Okay, and the next is first we can discuss about hydraulic wash. നമുക്ക് ആദ്യം ഒരു ഹൈഡ്രോളിക് വാഷ് എന്താണ്. സോ ഹൈഡ്രോ ഓർ ലെവിഗേഷൻ, നമുക്കിതിലെങ്കിൽ നമുക്ക് പറ്റുന്ന ഒരു സാധനം നമ്മൾ പഠിക്കുക. നമ്മൾ ചുമ്മാ പഠിക്കുക, നമുക്ക് കേട്ടൽ എന്തെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റിയ പോർഷൻസ് പഠിക്കുക. ഓക്കെ, സോ ഹൈഡ്രോളിക് വാഷ്. ഹൈഡ്രോ ഇറ്റ് റിലേറ്റഡ് ടു വാട്ടർ, റൈറ്റ്? ഒന്നുമില്ല, നമ്മൾ ഈ മെറ്റലിനെ ഓറിനെ നമ്മൾ ചില ഓറിനെ എന്ത് ചെയ്യുന്നു, വാട്ടർ വെച്ച് വാഷ് ചെയ്യുന്നു. ദാറ്റ് ഈസ് വെരി സിമ്പിൾ. ദാറ്റ് ഈസ് കോൾഡ് ഹൈഡ്രോളിക് വാഷ് ഓർ ലെവിഗേഷൻ. അതിൻ്റെ പേരൊന്ന് ഓർത്തിരിക്കുക. ഹൈഡ്രോളിക് ഓർ ലെവിഗേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടിയ ഓറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വെള്ളം ഇട്ട് കഴുകുന്നു. സോ വി ക്യാൻ ഡിസ്കസ് ദാറ്റ്. ഓക്കെ, ദിസ് വൺ ഹൈഡ്രോളിക് വാഷ്. ഈ ഹൈഡ്രോളിക് വാഷ് നമ്മൾ യൂസ് ചെയ്യുന്നത് ദ ഓർ ഓഫ് ഗോൾഡ് ആൻഡ് ഓക്സൈഡ് ഓർ. അപ്പോൾ നമ്മളോട് ചോദിക്കും, ഈ ഹൈഡ്രോളിക് വാഷ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ഓറിലാണ്? സോ ഓർ ഓഫ് ഗോൾഡ്. അപ്പോൾ നമ്മൾ നോക്കണം, ഗോൾഡ് വെള്ളത്തിൽ കഴുകി. ദെൻ നെക്സ്റ്റ് ഈസ് ലൈറ്റർ ഇംപ്യൂരിറ്റീസ് ആൻഡ് ഹെവിയർ ഓർ. അപ്പം നമ്മൾ ഈ വാഷ് ഉപയോഗിക്കണമെങ്കിൽ ഒരു പോയിന്റ് നമ്മൾ നോക്കണം. നമ്മുടെ പറഞ്ഞു ഓരോ സ്വഭാവങ്ങൾ നോക്കണം, റൈറ്റ്? സോ ആദ്യത്തെ ക്യാരക്ടർ, നമ്മൾ എന്തുകൊണ്ടാണ് ഹൈഡ്രോളിക് വാഷ് യൂസ് ചെയ്യുന്നത്, അങ്ങനത്തെ ഓറിൻ്റെ ഇംപ്യൂരിറ്റീസ് എന്തായിരിക്കണം? ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം, ഹെവിയർ ആയിരിക്കണം. ഓറ് ഹെവിയർ ആയിരിക്കണം. നമുക്കറിയാം വെള്ളം കൊണ്ട് ഇടുന്നിടത്ത് എന്താ ചെറിയ പൊടികളൊക്കെ പോയി. അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കാം. സോ ലൈറ്റർ ഇംപ്യൂരിറ്റീസ് ആയിരിക്കണം, ഹെവിയർ ഓർ ആയിരിക്കണം. ലൈറ്റർ ഇംപ്യൂരിറ്റീസ് ആയിരിക്കണം, ഹെവിയർ ഓർ ആയിരിക്കണം. സോ ദിസ് പോയിന്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദിസ് പോയിന്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ്? ദെൻ നെക്സ്റ്റ് ഈസ് ഏതിനാണ്? സ്വർണം വെള്ളം കൊണ്ട് കഴുകുന്നു. അപ്പം ഏത് ഓറാണ്? ഗോൾഡിൻ്റെ ഓർ. സോ ദാറ്റ് ഈസ് ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷ്. ഓക്കെ, സോ ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഫോർത്ത് ഫ്ലോട്ടേഷൻ, ലൈക്ക് പത പോലെ. ഓക്കെ, സോ ഇതിൻ്റെ ഏത് ഓക്സൈഡാണ്? ഫോർത്ത് ഫ്ലോട്ടേഷൻ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഏത് ഓറിലാണ്? സൾഫൈഡോ, FS. ഓക്കെ, നിങ്ങൾ എങ്ങനെ ഓർത്തിരിക്കുക? FS. ഫോർത്ത് എസ് സൾഫർ, FS. ഓക്കെ, നമ്മൾ മാക്സിമം നമ്മൾ ലാസ്റ്റ് ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുക? കീപ്പ് ഇറ്റ് ഷോർട്ട്, കിസ് ചെയ്യുക. അതിൽ ചെറിയ പോയിന്റ്സ് ആക്കിയത് നമുക്ക് ഓർക്കുന്ന പോലെ. ഇപ്പോൾ സ്വർണം വെള്ളം ഇട്ട് കഴുകി. ദെൻ ഫോർത്ത് ഫ്ലോട്ടേഷൻ ഇറ്റ് ഈസ് FS. ഓക്കെ, F മീൻസ് ഫ്ലോത്ത്, S മീൻസ് സൾഫൈഡ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒറ്റ എക്സാമ്പിളേ ഉള്ളൂ, അത് നിങ്ങൾ നോക്കി വെക്കുക. സൾഫൈഡ് ഓറിനാണ്. ഓക്കെ, സോ ഹെവിയർ ഇംപ്യൂരിറ്റീസ് ആൻഡ് ലൈറ്റർ ഓർ. ഇപ്പോൾ ഇവിടെ പതയുടെ ഫോർത്ത് ഫ്ലോട്ടേഷൻ മീൻസ് ഒരു പത ഉണ്ടാക്കുകയാണ് ഈ പ്രോസസ്സിൽ. അപ്പം നമ്മുടെ ഇംപ്യൂരിറ്റീസ് എന്തായിരിക്കണം? ഹെവി ആയിരിക്കണം, ലൈറ്റർ ആയിരിക്കണം, ഓർ. ഓക്കെ, വാട്ടറിൽ നേരെ തിരിച്ച് പത. ഇത് ഫോർത്ത് ഫ്ലോട്ടേഷൻ മീൻസ് ഇവിടെ ഒരു പത ഉണ്ടാക്കുകയാണ്. സോ പത ഉണ്ടാക്കാൻ നേരത്ത് ഹെവിയർ ഇംപ്യൂരിറ്റീസ് ആയിരിക്കണം, ബട്ട് ലൈറ്റർ ഓർ ആയിരിക്കണം. ഓക്കെ, സോ FS. ദെൻ നെക്സ്റ്റ് ഈസ് മാഗ്നറ്റിക് സെപ്പറേഷൻ. മാഗ്നറ്റിക് സെപ്പറേഷൻ നമ്മൾ മനസ്സിൽ വിചാരിക്കാനത് അവിടെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഏതോ ഒന്നിന് മാഗ്നറ്റുമായിട്ട് അട്രാക്റ്റ് ചെയ്യണം. ഓക്കെ, ഫോർത്ത് ഫ്ലോട്ടേഷനും മറ്റേതും പോലെയല്ല. ഇവിടെ മാഗ്നറ്റിക് സെപ്പറേഷൻ ഉപയോഗിക്കാനായിട്ട് നമ്മുടെ മനസ്സിൽ എന്തുണ്ടായിരിക്കണം? ഏതോ ഒന്നേലും ഇംപ്യൂരിറ്റി അല്ലെങ്കിൽ ഓർ എന്തേലും ഒന്നിന് മാഗ്നറ്റിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ടാകണം. സോ ദാറ്റ് ഈസ് മാഗ്നറ്റിക് സെപ്പറേഷൻ.
Okay, so either ore or impurity have magnetic nature. ഒന്നെങ്കിൽ ഇംപ്യൂരിറ്റിക്ക് ആയിരിക്കണം അല്ലെങ്കിൽ ഓർ ആയിരിക്കണം. ഏതിലെങ്കിലും ഒന്നിന് എന്തുണ്ടാകണം? ഒരു മാഗ്നറ്റിക് നേച്ചർ ഉണ്ടാകണം. ഓക്കെ, ദാറ്റ് ഈസ് മാഗ്നറ്റിക് സെപ്പറേഷൻ. ദെൻ നെക്സ്റ്റ് ഈസ് മാഗ്നറ്റൈറ്റ്. മാഗന്ധവും ഹേമന്തവും, വാട്ട് ഇസ് ദാറ്റ്? ദാറ്റ് ഈസ് അയൺ. ഓക്കെ, അങ്ങനെ ചിന്തിക്കുക. സോ എക്സാമ്പിൾ മാഗ്നറ്റൈറ്റ്, അയൺ ടങ്സ്റ്റൺ, ടിൻ സ്റ്റോൺ ഈസ് എ ടിൻ സ്റ്റോൺ. ഓക്കെ, ഇവർക്കാണ് എന്ത് ചെയ്യുക? ഈ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുക. ഈ മെത്തേഡ് ഒരിക്കലും നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അധികം വരില്ല. ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി യുവർ ഫസ്റ്റ് പോയിന്റ്. ഇതായിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് പോയിന്റ്. എപ്പോഴാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ യൂസ് ചെയ്യുന്നത്? ഒന്നെങ്കിൽ ഓർ അല്ലെങ്കിൽ ഇംപ്യൂരിറ്റി, ആർക്കെങ്കിലും എന്തുണ്ടായിരിക്കണം? ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. ആൻഡ് ദിസ് ഈസ് ദ ഫിഗർ. ഓക്കെ, സോ ഇവിടെ നോൺ മാഗ്നറ്റിക് ആണ് നമ്മുടെ ഒരു സംഭവം. അടുത്തത് ഇവിടെ ഒരു മാഗ്നറ്റിക് റോളറാണ് വെച്ചേക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു മാഗ്നറ്റിക് റോളറാണ്. നമ്മൾ ഓറും വിത്ത് ഇംപ്യൂരിറ്റീസ്, നമ്മൾ കോൺസെൻട്രേഷൻ ആണ്. ഫസ്റ്റ് നമുക്ക് ഓർ കിട്ടിയതേ ഉള്ളൂ, റൈറ്റ്? സോ ഇവിടെ നമ്മൾ ഇങ്ങനെ പോകാൻ നേരത്ത് ഈ റോളിൽ ചിലത് മാഗ്നറ്റ്, അപ്പം മാഗ്നറ്റിക് കോമ്പൗണ്ട് എന്ത് ചെയ്യും? താഴോട്ട് പോവും, അല്ലാത്തത് ഇങ്ങനെ സൈഡിലേക്ക് ചെയ്യും. ഓക്കെ, നിങ്ങൾ അതൊക്കെ ആ ഫിഗർ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് ബാക്കി അങ്ങോട്ട് എഴുതിക്കോളുക. ഓക്കെ, so next one is leaching, the fourth, the last one. Okay, the leaching. So ഇവിടെ നമ്മൾ ഒരു suitable solution, ഒരു കെമിക്കൽ സൊല്യൂഷൻ ആണ്. ആ സൊല്യൂഷനിൽ എന്ത് സംഭവിക്കണം? soluble or and insoluble impurity ആവണം. ഓക്കെ, soluble or ആയിരിക്കണം, insoluble impurity ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻസോലുബിൾ മീൻസ് അത് അലിയില്ല, അപ്പം നമുക്കതിനെ ഫിൽട്ടർ ചെയ്യാം. ഈ സോലുബിൾ ഓറിന് അതെന്ത് ചെയ്യും? അവിടെ ഡിസോൾവ് ആയിട്ട് നമ്മൾ അടുത്ത കെമിക്കൽ റിയാക്ഷൻ ഉപയോഗിച്ച് അതിനെ സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് സോലുബിൾ ഓർ ആൻഡ് ഇൻസോലുബിൾ ഇംപ്യൂരിറ്റീസ്. അവിടെ നമ്മളൊരു സൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കെമിക്കലി സൊല്യൂഷനാണ്. സോ ആ സൊല്യൂഷനിൽ ആര് ഡിസോൾവ് ആകണം? അവർ ഓർ ആയിരിക്കണം സോലുബിൾ ആകേണ്ടത്. ഇൻസോലുബിൾ ആകേണ്ടത് നമ്മുടെ ഇംപ്യൂരിറ്റീസ് ആയിരിക്കും. ഓക്കെ, സോ the next example is bauxite. Okay, the bauxite means ആരാണ്? അലൂമിനിയം ബോക്സ്, റൈറ്റ്? നമ്മൾ പഠിച്ചത് അലൂമിനിയം ബോക്സ് എന്നാണ്. സോ അലൂമിനിയത്തിൻ്റെ ഓറാണ് ആര്? നമ്മുടെ ബോക്സൈറ്റ്. സോ ലീച്ചിങ് ഇറ്റ് ഈസ് ബൈ ബോക്സൈറ്റ്, LB ലീച്ചിങ് ബോക്സൈറ്റ്. ഓക്കെ, സോ നമ്മൾ ഇവിടെ വെച്ച് നമ്മുടെ കോൺസെൻട്രേഷൻ കഴിഞ്ഞു, റൈറ്റ്? കോൺസെൻട്രേഷൻ സിമ്പിൾ, നമ്മൾ വാഷ് ചെയ്യുന്നു. നമുക്ക് ആദ്യം കിട്ടുന്ന ഇതിനെ നമ്മൾ വാഷ് ചെയ്യുന്നു. ഓക്കെ, സോ നമ്മൾ 4 വാട്ടർ, ഫോർത്ത് ലീച്ച്, ദെൻ നെക്സ്റ്റ് മാഗ്നറ്റ്. അതെല്ലാത്തിൻ്റെ ഉദാഹരണം വിത്ത് ഷോർട്ട് ഫോം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ ഈസ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ, റൈറ്റ്? അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഓറിനെ കഴുകി മാഗ്നറ്റിക് സെപ്പറേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സെപ്പറേഷൻ വഴി നമ്മളതിനെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, റൈറ്റ്? ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? അതിൻ്റെ അകത്ത് നിന്ന് ആ ഓറിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യണം. സോ മെറ്റലിനെ എക്സ്ട്രാക്ട് ഈസ് നോട്ട്, അത് വലിയൊരു സിമ്പിളായ ഒരു കാര്യമല്ല. അതിന് 2 സ്റ്റെപ്പുണ്ട്. ദ ഫസ്റ്റ് വൺ, ഓർ ഇൻടു ഓക്സൈഡ്. നമുക്ക് കിട്ടിയ ഓറിനെ നമ്മൾ ഓക്സൈഡ് രൂപത്തിലാക്കണം. ഓക്സൈഡ് രൂപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്സിജനെ ആഡ് ചെയ്യണം. വേറെ വലിയ സംഭവമൊന്നുമല്ല. ഈ ഓർ ഇൻടു ഇറ്റ്സ് ഓക്സൈഡ് എന്നൊക്കെ പറയാൻ ദിസ് വെരി സിമ്പിൾ. ഓക്കെ, എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമുക്ക് കിട്ടിയ ഓറിനെ ചില കെമിക്കൽ അല്ലെങ്കിൽ ചില റിയാക്ഷൻ നടത്തി അതിനെ ഓക്സിജനുമായിട്ട് കൂട്ടിച്ചേർക്കുക. ദാറ്റ് ഈസ് റിയാക്ഷൻ, ആഡിങ് ഓഫ് ഓക്സിജൻ. ദെൻ റിഡക്ഷൻ ഓഫ് ഓക്സൈഡ്. റിഡക്ഷൻ ഓഫ് ഓക്സൈഡ് മീൻസ് ഓക്സൈഡിനെ 2ാമത്തെ സ്റ്റെപ്പിൽ പുറത്താക്കുക. ആദ്യം ഓക്സിജൻ ആഡ് ചെയ്യുക, പിന്നെ അടുത്ത സ്റ്റെപ്പിൽ റിഡക്ഷൻ ചെയ്യുക, ഓക്സൈഡിനെ ഒഴിവാക്കുക. സോ നെക്സ്റ്റ് ഈസ് extraction of metal from concentrated ore. Okay, extraction of metal from concentrated ore. 2 എണ്ണമാണ്, രണ്ട് മെത്തേഡാണ്, 2 സ്റ്റെപ്സ് ആണ്. ഓക്കെ, ദ ഫസ്റ്റ് വൺ adding of oxide to the ore. Next is removing of oxygen. അതിൻ്റെ 2 പേരാണ് വലിയ സംഭവത്തിനോട് പറഞ്ഞേക്കുന്നത്.
conversion of concentrated ore into oxide and reduction of the oxide. ആദ്യത്തെ സ്റ്റെപ്പിൽ ഓക്സിജൻ ആഡ് ചെയ്യുന്നു, രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഓക്സിജനെ റിമൂവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ ഓക്സിജൻ ആഡ് ചെയ്യുന്നത്. സോ അതിന് രണ്ട് വഴിയാണ് നമുക്കുള്ളത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ഈസ് കാൽസിനേഷൻ. ഓക്കെ, ഇതിൽ നിങ്ങളോട് ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഒന്നുമില്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കും വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റോസ്റ്റിംഗ് ആൻഡ് കാൽസിനേഷൻ. ഓക്കെ, അങ്ങനെയാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ വാട്ട് ഈസ് കാൽസിനേഷൻ, അല്ലെങ്കിൽ വാട്ട് ആർ ദ മെറ്റൽസ് ക്യാൻ ബി ഡു ബൈ ദിസ് കാൽസിനേഷൻ. ഏതൊക്കെ മെറ്റൽസിൻ്റെ അല്ലെങ്കിൽ ഏതൊക്കെ ആൾക്കാരെയാണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുക. ഈ മൂന്ന് ചോദ്യമാണ് ഇതിൻ്റെ അകത്തുനിന്ന് വരുന്നത്. ഫസ്റ്റ് വൺ കമ്പയറിങ് റോസ്റ്റിംഗ് ആൻഡ് കാൽസിനേഷൻ. അല്ലെങ്കിൽ ചോദിക്കും കൺവേർഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഓർ ഇൻറ്റു ഓക്സൈഡ് നമ്മൾ ഏത് രീതിയിൽ ചെയ്യും, എങ്ങനെ നമുക്ക് ഓക്സൈഡിലേക്ക് മാറ്റാം. സോ ദ ആൻസർ ഈസ് കാൽസിനേഷൻ ആൻഡ് റോസ്റ്റിംഗ്. The next is what is calcination and what is roasting. And another question is which are the metals or which are the ions we can convert it into oxide. Okay, ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ നമ്മളോട് ചോദിക്കുന്നത്. So the first one is you have to know what is calcination. Calcination means this point is important. Okay, this point. That is very simple. നമുക്ക് കിട്ടിയ ഓറിനെ ചൂടാക്കുന്നു. ഓക്കെ, നമുക്ക് കിട്ടിയ ഓറിനെ ചൂടാക്കുന്നു ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ. എയറിൻ്റെ ആബ്സെൻസിൽ നമ്മൾ അതിനെ ചൂടാക്കുന്നു. ദാറ്റ് ഈസ് കാൽസിനേഷൻ. സോ നമ്മളിവിടെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കൊടുക്കേണ്ടത് ആബ്സെൻസ് ഓഫ് എയർ. ഓക്കെ, കാൽസിനേഷൻ്റെ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ആബ്സെൻസ് ഓഫ് എയർ. സോ നമുക്ക് കിട്ടിയ ഓറിനെ നമ്മൾ ചൂടാക്കുന്നു ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ. ദാറ്റ് ഈസ് കാൽസിനേഷൻ. ആൻഡ് കാർബണേറ്റ് ആൻഡ് ഹൈഡ്രോക്സൈഡ്. സോ ഈ കാർബണേറ്റ് വരുന്ന മെറ്റൽസും ഹൈഡ്രോക്സൈഡ് ഇതൊക്കെ ഇംപ്യൂരിറ്റീസ് ആണ്. ഓക്കെ, ഈ കാർബണേറ്റ് അടങ്ങിയ ഒരു ഓറും ഹൈഡ്രോക്സൈഡ് അടങ്ങിയ ഒരു ഓറിനെയാണ് നമുക്ക് ഈ പരിപാടി വെച്ചിട്ട് ഇതിനെ രണ്ടിനെ, അതായത് കാർബണേറ്റിനെയും ഹൈഡ്രോക്സൈഡിനെയും മാറ്റി അവിടെ ഓക്സിജൻ കയറ്റണം. ഓക്കെ, അപ്പോൾ നമ്മളോട് ഇവിടെ പറയുന്നത്, ഇപ്പോൾ നമ്മുടെ ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ ഒരു ഓറുണ്ട്. ആ ഓറിൽ കാർബണേറ്റ് എന്ന് പറയുന്ന ഇംപ്യൂരിറ്റീസ് ആണുള്ളത്. അപ്പം ഈ കാർബണേറ്റ് അടങ്ങിയിരിക്കുന്ന ഈ ഓറിനെ നമ്മൾ കാർബോണേറ്റിനെ മാറ്റി നമ്മളവിടെ ഓക്സിജനെ കയറ്റണം. ഓക്കെ, സോ അതിനാണ് നമ്മൾ കാൽസിനേഷൻ ഉപയോഗിക്കുക. സോ CH, അപ്പോൾ കാൽസിനേഷനാണ്. കാൽസിനേഷൻ, C കാർബണേറ്റ്, H ഹൈഡ്രജൻ, CH. അപ്പം 3 C ആണ്. ഓക്കെ, സോറി 3 C ആണ്. C കാൽസിനേഷൻ, നെക്സ്റ്റ് C കാർബണേറ്റ്, നെക്സ്റ്റ് H ഹൈഡ്രോക്സൈഡ്. അപ്പം CCH അല്ലെങ്കിൽ നമുക്ക് C²H പറയാം. അതാകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് C² എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും. C കാൽസിനേഷൻ, C കാർബണേറ്റ്, H hydroxide. So calcination is very simple. We are heating our ore in the absence of air. And C carbonate and H hydroxide. ഇങ്ങനെ വരുന്ന ഇംപ്യൂരിറ്റീസിനുള്ളവരെ നമുക്ക് ഓക്സൈഡ് ആക്കുന്ന രീതിയാണ് കാൽസിനേഷൻ. ദെൻ ഒരു റോസ്റ്റിംഗ്. സോ റോസ്റ്റിംഗ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു കാൽസിനേഷൻ. നിങ്ങൾ അങ്ങനെ നമ്മൾ കുറച്ച് കണക്ട് ചെയ്ത് പോവുക. സോ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. കാൽസിനേഷൻ എന്താണോ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് റോസ്റ്റിംഗ്. സോ കാൽസിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആബ്സെൻസ് ഓഫ് എയർ ആണ്. ബട്ട് റോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസൻസ് ഓഫ് എയർ ആണ്. ഓക്കെ, calcination it is absence of air and roasting it is presence of air. So heating the concentrated ore in current of air. Okay, this should be okay. നിങ്ങൾ കറണ്ട് ഓഫ് എയർ എന്നൊക്കെ എഴുതാൻ കിട്ടിയില്ലെങ്കിൽ നോ പ്രോബ്ലം. സപ്ലൈ ഓഫ് എയർ എന്ത് വേണം നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ വരുന്ന എന്താണോ ഡു ഇറ്റ്. ഓക്കെ, സോ ഇൻ സപ്ലൈ ഓഫ് എയർ അറ്റ് ടെമ്പറേച്ചർ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. ഓക്കെ, നമ്മൾ കിട്ടിയ ഓറിനെ സപ്ലൈ ഓഫ് എയറിൻ്റെ പ്രസൻസിൽ നടത്തുന്നതിൻ്റെ പേരാണ് ദാറ്റ് ഈസ് റോസ്റ്റിംഗ്. കാൽസിനേഷൻ ഇറ്റ് ഈസ് ആബ്സെൻസ്. ഓക്കെ, ആൻഡ് സൾഫൈഡ് ഓർ കമ്പൈൻഡ് വിത്ത് ഓക്സിജൻ ടു ഫോം. സോ ഇവിടെ നമ്മൾ ഏതാണ് എടുക്കുന്നത്? സൾഫൈഡ്. കാൽസിനേഷൻ C²H, റൈറ്റ്. C കാർബണേറ്റ്
then another say calcination, and H is hydroxide. So here RS, roasting sulfide. ഓക്കെ. സോ ഇതാ നിങ്ങൾക്കൊരു എക്സാമ്പിൾ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. ഇതെങ്ങനെയാണ്, ഇപ്പം ഇതാണ് ഇൻപ്യൂർ ഓറാണ്. സോ ഇൻപ്യൂർ ഓറാണ്. ഈ എസ്സിനെ മാറ്റി നമ്മളിവിടെ എന്താക്കുന്നു, ഓക്സിജൻ ആക്കുന്നു. സി, ഓക്സൈഡ് ആക്കുന്നു. ദിസ് പ്രോസസ് ഈസ് കോൾഡ് റോസ്റ്റിംഗ്. ഇവിടെ എസ് എന്ന സൾഫൈഡ്, ഇത് ഓറാണ്, ഇതിൽ എസ് എന്ന് വന്നിട്ടുണ്ട്. ഈ എസ്സിനെ മാറ്റി നമ്മൾ ഓ ആക്കുന്നു. ദാറ്റ് ഈസ് റോസ്റ്റിംഗ്. ഓക്കെ. സോ സൾഫൈഡിനെ എന്താക്കുന്നു, ഓക്സൈഡ് ആക്കുന്നു. കാൽസിനേഷനും എന്ത് ചെയ്യുന്നു, കാർബണേറ്റിനെ ഓക്സൈഡ് ആക്കുന്നു, ഹൈഡ്രോക്സൈഡിനെ ഓക്സൈഡ് ആക്കുന്നു. നമ്മൾ എന്തായാലും ലാസ്റ്റിന് ഓക്സൈഡ് ആക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ എന്ത് ചെയ്യണം, ഈ എല്ലാത്തിൻ്റെയും ഓക്സൈഡ് ആക്കണം. ആഫ്റ്റർ കോൺസെൻട്രേഷൻ ഓഫ് ഓർ വി മൂവ് ടു എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ഓക്സൈഡ്, ഫ്രം ഓർ, റൈറ്റ്. സോ അതിനകത്ത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യുക, ഓക്സൈഡ് ആക്കുക. അപ്പം ഇവിടെ Cu2S എന്ന് എസ്സിനെ മാറ്റി നമ്മൾ എന്താക്കി, അവിടെ ഓക്സൈഡ് ആക്കി. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ആദ്യത്തെ നമ്മൾ എന്ത് ചെയ്തു, എല്ലാത്തിനെയും പിടിച്ച് ഓക്സൈഡ് ആക്കി അല്ലേ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ചെയ്ത ഓക്സൈഡിനൊക്കെ ഒഴിവാക്കണം. നമുക്ക് ആ പ്യുവർ മെറ്റലിലേക്ക് കിട്ടണം അല്ലേ. നമ്മളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിട്ടുപോയത് എന്തിനാണ്, നമുക്ക് എന്ത് ചെയ്യണം, വളരെ പ്യുവറായ ആ മെറ്റലിനെ കിട്ടണം. സോ നമ്മൾ ചെയ്യുന്ന റിഡക്ഷൻ ഓഫ് ദ ഓക്സൈഡ്, അതായത് ഓക്സിജനെ റിമൂവ് ചെയ്യുന്നു. അതിന് നമുക്ക് കുറച്ച് റെഡ്യൂസിങ് ഏജൻ്റ് ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി വഴി ആ ഓക്സിജനെ ഒഴിവാക്കാം. സോ നിങ്ങളുടെ ഇലക്ട്രിസിറ്റി വഴി ചെയ്യുന്നതാണ് സോഡിയം, പൊട്ടാഷ്യം, കാൽഷ്യം. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട് ഒരു കോളത്തിൽ. ഓക്കെ, സോ കോളമൊക്കെ നമ്മൾ കുറച്ചധികം നോക്കിക്കോളുക. ഓക്കെ, എൻ്റെ അത് എന്ത് ചെയ്ത് നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് കിട്ടും. സോ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്ത് നമ്മുടെ റിഡക്ഷൻ ഓഫ് ഓക്സൈഡ് നടത്തുന്നത് ആരൊക്കെയാണ്? ദാറ്റ് ഈസ് പൊട്ടാഷ്യം, sodium and calcium. Okay, then next reducing agent is carbon, and another reducing agent is carbon monoxide. So ഈ ഭാഗത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത്, ഒന്നുകിൽ ചോദിക്കും ഈ സോഡിയം പൊട്ടാസ്യത്തിൻ്റെ ഓറിനെ നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം, അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജൻറ്റ് ഏതാണ്, റൈറ്റ്. സോ അതെന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം സം റെഡ്യൂസിങ് ഏജൻറ്റ്. നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി എഴുതാം, കാർബൺ എഴുതാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കാർബൺ മോണോക്സൈഡ് എഴുതാം. സോ ഇവിടുന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുള്ളൂ. സോ നിങ്ങൾ ഇതൊന്ന് ഓർത്തിരിക്കുക, സോഡിയം, പൊട്ടാഷ്യം, കാൽഷ്യം. ഓക്കെ, സോഡിയം, പൊട്ടാഷ്യം, കാൽഷ്യം നമ്മൾ എന്തിനാണ്, അത് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്ത് റെഡ്യൂസ് ചെയ്യുന്നതാണ്. സോ ദിസ് ഈസ് ഓൺലി അബൌട്ട്, നമ്മളപ്പം രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, റിഫൈനിങ് ഓഫ് മെറ്റൽസ്. ഓക്കെ, റിഫൈനിങ് ഓഫ് മെറ്റൽസ്. ഇത് എന്ന് പറയുന്നത് നമുക്ക് ഓക്സിജന് മൂവ് ചെയ്ത് കിട്ടി അല്ലേ. ആദ്യം നമ്മൾ ഓക്സിജൻ ആഡ് ചെയ്തു, അതുകഴിഞ്ഞിട്ട് നമ്മൾ ഓക്സിജൻ റിമൂവ് ചെയ്തു. ദെൻ നെക്സ്റ്റ് നമുക്ക് റിമൂവ് ചെയ്ത് കിട്ടിയ മെറ്റൽസിനെ നമ്മൾ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യാണ്, റിഫൈൻ ചെയ്യണം, ഒന്നും കൂടെ പ്യുവർ ആക്കി എടുക്കുകയാണ്, റൈറ്റ്. നമുക്ക് ഏറ്റവും പ്യുവർ സബ്സ്റ്റൻസ് ആണ് വേണ്ടത്, റൈറ്റ്. സോ നമ്മൾ എന്താണ്, നെക്സ്റ്റ് ഈസ് റിഫൈനിങ് ഓഫ് മെറ്റൽസ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് റിഫൈനിങ് ഓഫ് മെറ്റൽസ്. അതിനും ഒരു മൂന്ന് methods ആണുള്ളത് according to the property of the metal, right. The first one is liquefaction, distillation, electrolytic refining. Okay, in this three നമുക്ക് third one കുറച്ചൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഓക്കെ, ആനോഡ്, കാഥോഡ് എന്നൊക്കെ പറഞ്ഞ് കുറച്ചൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം. സോ ദ നെക്സ്റ്റ് ഫസ്റ്റ് വൺ ഇസ് ലിക്വേഷൻ, ഡിസ്റ്റിലേഷൻ ആൻഡ് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. സോ ഇതൊക്കെ ഏതിൻ്റെ മെത്തേഡ്സ് ആണ്? റിഫൈനിങ് ഓഫ് മെറ്റൽസ്. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും റിഫൈനിങ് ഓഫ് മെറ്റൽസ് എങ്ങനെ നടത്താം, ഗിവ് വൺ മെത്തേഡ് ഫോർ റിഫൈനിങ് ഓഫ് മെറ്റൽസ്. സോ നിങ്ങൾക്ക് ലിക്വിഫിക്കേഷൻ എഴുതാം, ഡിസ്റ്റിലേഷൻ എഴുതാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് എഴുതാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ദ ഫസ്റ്റ് വൺ, ലിക്വേഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഏതൊക്കെ മെറ്റൽസിനെയാണ് നമുക്ക് ഈ മെത്തേഡിൽ എന്ത് ചെയ്യാൻ പറ്റുന്നത്, പ്യൂരിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഈസ് ടിൻ,
and another one is lead. ഓക്കെ, സോ ലിക്വിഫിക്കേഷൻ വഴി നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്ന രണ്ട് മെറ്റൽസ് ആണ് ഇത്, ടിൻ ആൻഡ് ലെഡ്. സോ നെക്സ്റ്റ്, ലോ മെൽട്ടിംഗ് മെറ്റൽസ് ആൻഡ് ഹൈ മെൽട്ടിംഗ് ഇംപ്യൂരിറ്റീസ്. നമുക്കിവിടെ എടുക്കേണ്ടത്, നമുക്ക് ആരുടെ മെൽട്ടിംഗ് പോയിന്റ് കുറവായിരിക്കണം, ഏതാണോ മെറ്റൽ ആ മെറ്റലിൻ്റെ മെൽട്ടിംഗ് പോയിന്റ് കുറവും ഇംപ്യൂരിറ്റിയുടെ മെൽട്ടിംഗ് പോയിന്റ് ഹൈയും ആയിരിക്കണം. ഓക്കെ, ഇംപ്യൂരിറ്റിയുടെ മെൽട്ടിംഗ് പോയിന്റ് ഹൈയും ആയിരിക്കണം. ദ നെക്സ്റ്റ് പോയിന്റ്, ഹീറ്റിംഗ് സച്ച് മെറ്റൽ. ഇനി നിങ്ങൾ ഇതിലേക്ക് അധികം ഡീപ്പായിട്ടൊന്നും പോകണ്ട. ഓക്കെ, ജസ്റ്റ് ഈ ഫിഗർ നോക്കുക. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്ലെയിൻ സർഫേസ്, നമ്മൾ ഇവിടെ ഇംപ്യൂർ മെറ്റൽ ഇട്ടിട്ട് നമ്മൾ ഇവിടെയാണ് വെക്കുന്നത്. ഇൻക്ലൈൻഡ് സർഫസ് മീൻസ് ചെരിഞ്ഞിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ സ്ലൈഡ് എന്നോ സ്ലോപ്പ് എന്നോ എന്ത് വേണേലും എഴുതാം. സോ ഇത് കുറച്ചും കൂടെ പെർഫെക്റ്റ് വേർഡാണ്. ഓക്കെ, സോ ഇൻക്ലൈൻഡ് സർഫസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇതിൻ്റെ ഓറിനെ, ടിന്നിൻ്റെയും ലെഡിയോൻ്റെ ഒക്കെ ഓറിന് നമ്മളിടുന്നു, നമ്മളതിനെ ഹീറ്റ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു, ഇംപ്യൂരിറ്റീസിന് ഹൈ മെൽട്ടിംഗ് പോയിൻ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും, കുറച്ച് നേരം എടുക്കും അത് ചൂടാകാൻ. റൈറ്റ്, സോ ലോ മെൽട്ടിംഗ് പോയിന്റിലുള്ള മെറ്റൽസ്, നമുക്ക് വേണ്ട പ്യുവർ മെറ്റൽസിന് എന്താണ് അവിടെ മെൽട്ടിംഗ് പോയിന്റ് കുറവാണ്. റൈറ്റ്, അപ്പോൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ഉരുകി അത് എങ്ങോട്ട് പോകും, താഴേക്ക് വീഴും. ഓക്കെ, ദിസ് ഈസ് ലിക്വേഷൻ. സോ ലിക്വേഷൻ എൽ, സ്റ്റാർട്ടിങ് തന്നെ എൽ, നമുക്ക് കിട്ടേണ്ടത് മെറ്റൽ. റൈറ്റ്, പ്യുവർ മെറ്റൽ. സോ എൽ ഫോർ ലോവർ മെറ്റൽസ് ആൻഡ് ഹൈ മെൽട്ടിംഗ് പോയിന്റ് ഫോർ impurities. Then tin and lead. ഓക്കെ, അതാണ്. പിന്നെ ഇത് നിങ്ങളോട് ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതായത് ഒരു സ്ലോപ്പ് സർഫസിൽ നമ്മൾ ഓറിനെ ഇടുക, അതായത് ഇംപ്യൂരിറ്റീസ് അടങ്ങിയ മെറ്റലിനെ ഇടുക. അത് കഴിഞ്ഞ് മെറ്റലിന് മെൽട്ടിംഗ് പോയിന്റ് കുറവായതുകൊണ്ട് ഇത് വേഗം മെൽട്ടായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഇംപ്യൂരിറ്റീസ് ആ സ്ലോപ്പിൽ തന്നെ കിടക്കും, കാരണം ഇംപ്യൂരിറ്റീസിന് അവിടെ ഹൈ മെൽട്ടിംഗ് പോയിന്റ് ആണ്. ഹൈ മെൽട്ടിംഗ് പോയിന്റ് മീൻസ് എന്താണ്, അവിടെ കുറേ നേരം എടുക്കും അതുങ്ങൾക്ക് ഇംപ്യൂരിറ്റീസിന് എന്താകാൻ, മെൽട്ടാകാൻ. ഓക്കെ, സോ ദിസ് ഈസ് ലിക്വേഷൻ. ടിൻ ലിഡ് ലോവർ. ദെൻ നെക്സ്റ്റ് ഈസ് ഡിസ്റ്റിലേഷൻ. സോ വിച്ച് ആർ ദ മെറ്റൽസ്? Zinc, cadmium, mercury. So zinc, cadmium, mercury. So mercury നമുക്ക് മേരി എന്ന് വിളിക്കാം. മേരി കാറിൽ സിങ്കിൽ പോയി. ഓക്കെ, സോ മെർക്കുറി, കാഡ്മിയം ആൻഡ് ദ സിങ്ക്. ഓക്കെ, സോ ഇതാണ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ഏതൊക്കെ മെറ്റൽസിനാണ് ഈ ഡിസ്റ്റിലേഷൻ മെത്തേഡ് സ്യൂട്ടബിൾ ആയിട്ടിരിക്കുന്നത്. സോ മേരി കാറിൽ പോയി സിങ്കിനെ കാണാൻ. റൈറ്റ്, സോ മെർക്കുറി, കാഡ്മിയം ആൻഡ് സിങ്ക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നിങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ ഒന്ന് എന്തെങ്കിലും ഒരു ഷോർട്ട് ഫോം ഇട്ട് എന്ത് ചെയ്യുക, നിങ്ങളത് റിമെമ്പർ ചെയ്യുക. സോ കീപ് ഇറ്റ് കിസ്. ഓക്കെ, കിസ് മീൻസ് കീപ് ഇറ്റ് ഷോർട്ട്. റൈറ്റ്, സോ നെക്സ്റ്റ് വൺ ഈസ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, മെറ്റൽസ് വിത്ത് ലോ ബോയിലിംഗ് പോയിന്റ്. സോ മെറ്റൽസ് വിത്ത് ലോ ബോയിലിംഗ് പോയിന്റ്. ഓക്കെ, മെറ്റൽസ് വിത്ത് ലോ ബോയിലിംഗ് പോയിന്റ്. അങ്ങനെ ആൾക്കാർക്ക് എന്ത് പറ്റുള്ളൂ, ഈ ഡിസ്റ്റിലേഷൻ പറ്റുള്ളൂ, ലോ ബോയിലിംഗ് പോയിന്റ്. സോ ഇവിടെ ഇപ്പം നമ്മൾ റിഫൈനിങ് എല്ലാം ലോ ആണ്, നമുക്ക് കിട്ടേണ്ട മെറ്റൽസ് എല്ലാം എന്ത് ലോ ആണ്. ലിക്വിഫിഷനിൽ ലോ മെൽട്ടിങ്, ദെൻ ഡിസ്റ്റിലേഷനിൽ ലോ ബോയിലിംഗ് പോയിന്റ്. നമുക്ക് കിട്ടേണ്ട മെറ്റലിൻ്റെ എപ്പോഴും ലോ അത് പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ വെൻ ഇംപ്യൂർ മെറ്റൽ ഈസ് ഹീറ്റഡ്, പ്യുവർ മെറ്റൽ എലോങ് വേപ്പറൈസ്. വേപ്പർ കണ്ടൻസ് ടു ഗെറ്റ് എ പ്യുവർ മെറ്റൽ. സോ ഇപ്പം ബോയിലിംഗ് പോയിന്റ്, തിളയ്ക്കുന്നത്, അപ്പോൾ ആദ്യം തിളയ്ക്കുന്നത് എന്തായും, ആവിയായിട്ട് മേലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ ആവിയായി പോകുന്നത് എന്താണ്, നമ്മുടെ മെറ്റൽസാണ്. അപ്പം നമ്മളതിനെ കണ്ടൻസ് ചെയ്യും. കണ്ടൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെ തണുപ്പിക്കും, പിന്നെ തിരിച്ചതിനെ ലിക്വിഡാക്കി നമുക്ക് മെറ്റലാക്കി എടുക്കാം. ഓക്കെ, സോ ലോ ബോയിലിംഗ് പോയിൻ്റ് ഉള്ള സാധനം നമ്മൾ ചൂടാക്കാൻ നേരത്ത് പെട്ടെന്ന് തിളയ്ക്കാൻ നേരത്ത് ആ വേപ്പർ, ഓക്കെ, ആ വേപ്പർ നമ്മൾ എന്ത് ചെയ്യും, കണ്ടൻസ് ചെയ്യും.
അതിന് നമ്മൾ കണ്ടൻസ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് ഡിസ്റ്റിലേഷൻ. ലോ ബോയിലിംഗ് പോയിന്റ്. നമുക്ക് വേണ്ട സാധനത്തിന് ലോ ബോയിലിംഗ് പോയിന്റ്. മെർക്കുറി കാറിൽ സിങ്കിൽ പോയി. മെർക്കുറി കാറിൽ സിങ്കിൽ പോയി. ഓക്കെ, സോ this is all about distillation. The next is electrolytic refining. So ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് keep it in your mind. Okay, so it's very simple. നമുക്ക് അതിൻ്റെ ഒരു വേ കിട്ടിയിട്ടുണ്ടെങ്കിൽ it's very simple. Okay, so electrolytic refining. Electrolytic refining എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സൊല്യൂഷനിൽ കറണ്ട് കടത്തി വിടുന്നു. Very simple. That is electrolysis or electrolytic refining. ഇലക്ട്രോപ്ലേറ്റിംഗ് പഠിച്ചില്ല, ദ സെയിം തിങ്. ഇലക്ട്രോപ്ലേറ്റിംഗ് പഠിച്ചതിൻ്റെ ചെറിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, സോ നെഗറ്റീവ് ഇലക്ട്രോഡ് പീസ് ഓഫ് പ്യുവർ മെറ്റൽ, പോസിറ്റീവ് ഇലക്ട്രോഡ് ഈസ് ഇംപ്യുവർ മെറ്റൽ, ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ഓഫ് സോൾട്ട് മെറ്റൽ, കോപ്പർ. സോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പ്യൂരിഫിക്കേഷൻ ഓഫ് കോപ്പർ എന്നാണ് ചെയ്യുന്നത്. സോ നമുക്ക് കോപ്പർ എങ്ങനെ പ്യൂരിഫൈ ചെയ്യുന്നത് നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. ദാറ്റ് ഈസ് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. ഓക്കെ, ഇലക്ട്രോളിസിസ് വഴി നമ്മളാണ് ചെയ്യുന്നത്. സോ ഇവിടെ ഇങ്ങനെ 4 പോയിൻ്റേ ഉള്ളൂ, പക്ഷേ ഈ 4 പോയിൻ്റാണ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഇവിടെ നെഗറ്റീവ് ഇലക്ട്രോണിനെ നമ്മളൊരു പേര് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് cathode. Okay, that is cathode. Positive electron നമ്മളൊരു പേര് പഠിച്ചിട്ടുണ്ട്. That is anode. That is anode. Okay, and electrolyte and the open. So നമുക്കിവിടെയാണ് നമ്മുടെ കളി മൊത്തം വരുന്നത് ഈ 2 പേരിലാണ്. ഇപ്പോൾ നിങ്ങളോട് ചിലപ്പം അത് കണക്ട് ചെയ്യാനായിരിക്കും ചോദിക്കുക. എങ്ങനെയാണ്, എവിടുന്ന് എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് AIP. ഓക്കെ, ഇതിൽ ഒന്നെങ്കിൽ നെഗറ്റീവ് ഇലക്ട്രോണിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ പോസിറ്റീവ് ഇലക്ട്രോണിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഒരു ചെറിയ ഷോർട്ട് AIP. A for anode, I for impure and P for positive. AIP. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ആര്, നെഗറ്റീവ്. ദാറ്റ് ഈസ് കാഥോഡ്. ഓക്കെ, പോസിറ്റീവിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ആനോഡ്. അപ്പം ഇത് രണ്ടും ഇങ്ങനെ പല പ്രാവശ്യം പഠിച്ച് ബൈ ഹാർട്ട് ചെയ്യാതെ ഏതെങ്കിലും ഒന്ന് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് അതിനെ റിലേറ്റ് ചെയ്യുക. ഓക്കെ, സോ AIP. Okay, AIP. A is anode, I is impure and P is positive. സോ നമ്മൾ ഇതിൻ്റെ കണക്ഷൻ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഓൾവേസ് എല്ലാപ്പോഴും നമ്മുടെ ഈ ഇംപ്യുവർ മെറ്റൽ എപ്പോഴും പോസിറ്റീവ് സൈഡിലാണ്. ഇംപ്യുവർ മെറ്റൽ എപ്പോഴും പോസിറ്റീവ് സൈഡിലാണ്. അതിൻ്റെ പേര് ആനോഡ്, ആ സൈഡിൻ്റെ പേര് ആനോഡ്. സോ ദിസ് ഇസ് ബാറ്ററി. റൈറ്റ്, ബാറ്ററി ഇതാണ്. സോ ഈ വലിയ വരയാണ് എന്ത്, പോസിറ്റീവ്. അപ്പോൾ ഇവിടെ ആരാ വേണ്ടത്, നമ്മുടെ ഇംപ്യുവർ ആയിട്ടുള്ള മെറ്റലാണ് വേണ്ടത്. ഈ ചെറിയ വരയാണ് നെഗറ്റീവ്. അവിടെ എപ്പോഴും നമ്മൾ പ്യുവർ ആയിട്ടുള്ളത് കൊടുക്കണം. അവിടെ എപ്പോഴും നമ്മൾ പ്യുവർ ആയിട്ടാണ് കൊടുക്കുന്നത്. AIP, ആനോഡ്, ഇംപ്യുവർ, പോസിറ്റീവ്. AIP. ഓക്കെ, ഇതിവിടെ വലിയ വര എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പോസിറ്റീവ്, ചെറിയ വര എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നെഗറ്റീവ്. പോസിറ്റീവ് എപ്പോഴും ഇംപ്യുവർ ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്, നെഗറ്റീവ് എപ്പോഴും പ്യുവർ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. സോ നെക്സ്റ്റ് നിങ്ങളുടെ പോസിബിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ദ ഇക്വേഷൻ ഫോർ ആനോഡ് ആൻഡ് റൈറ്റ് ദ ഇക്വേഷൻ ഫോർ കാഥോഡ്. സോ കാഥോഡ് ആൻഡ് ആനോഡ് AIP. A should be പോസിറ്റീവ്. ഓക്കെ, സോ പോസിറ്റീവ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, എല്ലാം വിട്ടുകൊടുക്കുന്ന ആൾക്കാരാണ് അല്ലേ. സോ ആനോഡ് എന്ന് പറയുന്നത് എന്താണ്, എല്ലാം വിട്ടുകൊടുക്കുകയാണ്. റൈറ്റ്, സോ ഇവിടെ നമ്മൾ കോപ്പറാണ്. സോ കോപ്പർ, ഓക്കെ, നമുക്കറിയാം കോപ്പർ 2+ ആണ്. കോപ്പർ ഗീവ്സ്, വിട്ടുകൊടുത്തു 2 ഇലക്ട്രോൺ. ഓക്കെ, 2 ഇലക്ട്രോണിനെ കൊടുത്തു. അത് കഴിഞ്ഞ് കോപ്പർ
2+ ആയി. ഓക്കെ, സോ ആനോഡ് നമ്മുടെ മനസ്സിൽ വേണ്ടത് ആനോഡ് എപ്പോഴും പോസിറ്റീവാണ്. അവിടെ ഉള്ളത് ഇംപ്യൂർ ആയിട്ടുള്ള കോപ്പർ ആയിരിക്കും വെച്ചേക്കുന്നത്. ആനോഡ് എപ്പോഴും എന്ത് ചെയ്യുന്നു? വിട്ടുകൊടുക്കുന്നു. ഓക്കെ, ആനോഡ് എപ്പോഴും വിട്ടുകൊടുക്കുന്നു. സോ നമ്മൾ പറഞ്ഞ് ഇത്. ഓക്കെ, സോ കോപ്പർ ആനോഡാണ്, നല്ല കാര്യമാണ്, കൊടുക്കുവാണ്. സോ ആനോഡ് കൊടുക്കുന്നു, ദാറ്റ് ഈസ് ഗീവ്സ്. ഓക്കെ, ഗീവ്സ് എന്തിനെ? ഇലക്ട്രോണിനെ, 2 ഇലക്ട്രോണിനെ. 2E+, അങ്ങനെ എന്തായി? 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് നമ്മുടെ കോപ്പർ എന്തായി? സ്റ്റാറായി. റൈറ്റ്, Cu2+. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ആനോഡ്. ഇതാണ് നമ്മുടെ ആനോഡിൻ്റെ ഇക്വേഷൻ. നെക്സ്റ്റ് ഈസ് കാത്തോഡ്. കാത്തോഡ് നെഗറ്റീവാണ്. നെഗറ്റീവ് വെച്ച് എല്ലാം മേടിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. റൈറ്റ്, സോ കോപ്പർ 2+ ഈ 2 ഇലക്ട്രോണിനെ നമ്മുടെ കാഥോഡ് മേടിച്ച് എന്ത് ചെയ്തു? കോപ്പറായി. ഓക്കെ, അപ്പം ആനോഡ് കോപ്പർ കൊടുക്കുവാണ് ചെയ്യുന്നത്. കാഥോഡ് ഈ കോപ്പറിനെ 2 കോപ്പറിനെയും കൂടെ മേടിച്ച് കോപ്പറായി. കോപ്പർ 2+ എന്തായി? കോപ്പറായി. സോ ദിസ് ഈസ് കാഥോഡ് റിയാക്ഷൻ ആൻഡ് ദിസ് ഈസ് ആനോഡ് റിയാക്ഷൻ. സോ നിങ്ങളോട് ഈ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്ങിൽ നിന്ന് ഒരു 5 ക്വസ്റ്റ്യൻ പോസിബിൾ ആണ്. ഒന്നെങ്കിൽ നിങ്ങൾ അത് ഡ്രോ ചെയ്യാൻ പറയും. ഓക്കെ, അല്ലെങ്കിൽ വിച്ച് ഈസ് ദ നെഗറ്റീവ് ഇലക്ട്രോൺ? നെഗറ്റീവിൽ ഏത് മെറ്റലിനെയാണ്? ഈസ് പ്യുവർ ഓർ ഇംപ്യുവർ? അതുപോലെ പോസിറ്റീവിൽ ഏതാണ്? ദെൻ ഇലക്ട്രോലൈറ്റ് ഉപയോഗിക്കുന്നത് ദാറ്റ് ഈസ് കോപ്പർ സൾഫേറ്റ്. ഓക്കെ, നമ്മൾ കോപ്പറിൻ്റെ റിഫൈനിങ് ആണ്. ഓക്കെ, നമ്മൾ കോപ്പറിൻ്റെ റിഫൈനിങ് ആണ് പറയുന്നത്. സോ നമുക്ക് ഇലക്ട്രോലൈറ്റിക് റിഫൈനിൽ ആകെ കോപ്പർ മാത്രമേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ. അപ്പോൾ അത് തന്ന് പഠിച്ചു വെക്കാം. സോ ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കുന്ന നമ്മളവിടെ കോപ്പർ സൾഫേറ്റിനെയാണ്, CuSO4. ആൻഡ് ആനോഡ് റിയാക്ഷൻ Cu ഗീവ്സ് 2 കോപ്പർ വിട്ടുകൊടുത്തു, 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്തു, എന്നിട്ട് എന്തായി? Cu2+ ആയി. ഇനി കാഥോഡ് ഈ Cu2+ + 2 ഇലക്ട്രോണിനെ മേടിച്ച് എന്തായി? Cu ആയി. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. സോ ഇത്രയും കാര്യം എന്ത് ചെയ്യുക? മനസ്സിൽ ഇതാക്കുക. AIP വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഫിഗർ വരയ്ക്കുക. എ എന്ന് പറയുന്നത് ആനോഡാണ്. ആനോഡിൻ്റെ ചിഹ്നം പോസിറ്റീവാണ്. അപ്പോൾ എന്താണ്? പോസിറ്റീവ് ആൾ വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വിട്ടുകൊടുക്കുന്നു. കോപ്പർ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് ആര് പഠിക്കുക? നമ്മുടെ കാഥോഡിനെ പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കാഥോഡിനെ പഠിച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ ആനോഡ് അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്താൽ ആസ് യു വിഷ്. ഓക്കെ, ദ നെക്സ്റ്റ് ഈസ് പ്രൊഡക്ഷൻ ഓഫ് അയൺ. ഓക്കെ, നമുക്ക് അയൺ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എല്ലാ സാധനത്തും നമ്മൾ അയൺ ഉപയോഗിക്കുന്നതാണ്. സോ എങ്ങനെയാണ് നമ്മളൊരു ഹ്യൂജ് എമൗണ്ട്, ഓക്കെ, നമ്മൾ ലാബിലും അങ്ങനെയൊന്നുമല്ല, നമ്മൾ ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ ഓഫ് അയൺ സംഭവിക്കുന്നത്? അതിന് സോ മെനി മെത്തേഡ്സ് ഉണ്ട്. സോ നമ്മൾ എന്താക്കി? കോൺസെൻട്രേഷൻ ഓഫ് 4 3 സ്റ്റെപ്പായിരുന്നു. ഫസ്റ്റ് ഈസ് കോൺസെൻട്രേഷൻ, ഇറ്റ് മീൻസ് വാഷിംഗ്, വെരി സിമ്പിൾ. ദെൻ നെക്സ്റ്റ് ഈസ് എക്സ്ട്രാക്ഷൻ, ദാറ്റ് മീൻസ് ആദ്യം ഓക്സിജൻ ആഡ് ചെയ്യുന്നു, പിന്നെ ഓക്സിജൻ റിമൂവ് ചെയ്യുന്നു. റോസ്റ്റിംഗ്, കാൽസിനേഷൻ, ദെൻ റിഡ്യൂസിങ് ഏജൻറ്റ്. ഓക്കെ, ദെൻ വി മൂവ് ടു റിഫൈനിങ്, ഒന്നും കൂടെ പ്യുവർ ആക്കാൻ. ലിക്വിഫേഷൻ, ഡിസ്റ്റിലേഷൻ ആൻഡ് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. ലിക്വിഫിക്കേഷനകത്ത് ലോ മെൽറ്റിംഗ് പോയിൻറ്റ്, ഡിസ്റ്റിലേഷനകത്ത് ലോ ബോയിലിംഗ് പോയിൻറ്റ്, ഇലക്ട്രോലൈറ്റിക്കിൽ ആനോഡ് കാഥോഡ് ഇക്വേഷൻസ്, ഇലക്ട്രോഡ്, ഇലക്ട്രോലൈറ്റ്. ഇത്രയും ഏകദേശം ഒന്ന് കണ്ണോടിച്ചാൽ യു വിൽ സ്കോർ എ ഗുഡ് മാർക്ക്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ഈസ് പ്രൊഡക്ഷൻ ഓഫ് അയൺ. ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഓക്കെ, ദെൻ ദ മിനറൽ, ദാറ്റ് മീൻസ് ഓർ. ഓക്കെ, ഹേമന്തം, മാഗന്ധം, ദാറ്റ് ഈസ് ഹേമറ്റൈറ്റ് ആൻഡ് മാഗ്നറ്റൈറ്റ്. ദെൻ അയൺ പൈറേറ്റ്, പുതിയ സാധനമാണ് അയൺ പൈറേറ്റ്. ഇതിനെ നമ്മൾ ഫൂൾസ് ഗോൾഡ് എന്ന് പറയും. അപ്പോൾ നിങ്ങളോട് ചോദിക്കുവാണ് ഏതാണ് ഒരു ഓറ് ഫൂൾസ് ഗോൾഡ് എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് അയൺ പൈറേറ്റ്. ലൈക്ക് അതെന്താ? ഗോൾഡിൻ്റെ കളറാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫൂൾസ്
ഗോൾഡ് എന്ന് പറയുന്നത്. ഹേമന്തം മാഗന്ധം അയൺ പൈറേറ്റിനെ പറയുന്നത് എന്താണ്? ഫൂൾസ് ഗോൾഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് നമുക്ക് ഹേമറ്റൈറ്റ്. നമ്മൾ ഹേമറ്റൈറ്റ് ആണ് എടുക്കുന്നത്. ഓക്കെ, ഹേമറ്റൈറ്റ് എന്ന സാധനത്തിനെ നമ്മുടെ കയ്യിൽ കിട്ടി, റൈറ്റ്. നമ്മൾ ഓറിനെ എടുത്തു. ദ ഫസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ, റൈറ്റ്. നമ്മൾ എല്ലാപ്പോഴും പറയുന്ന പോലെ കോൺസെൻട്രേഷൻ ഓഫ് ഓർ. അപ്പം നമ്മളവിടെ വാഷ് ചെയ്യണം, റൈറ്റ്. ഇവിടെ നമുക്ക് ഏത് വാഷ് ആണെന്ന് നോക്കാം. സോ മാഗ്നറ്റിക് സെപ്പറേഷൻ ഇറ്റ്സ് ഓക്കെ. കാരണം എന്താണ്? അയൺ എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് നേച്ചറുള്ള സാധനമാണ്. അതുകൊണ്ട് മാഗ്നറ്റിക് സെപ്പറേഷൻ ഓക്കെ, ദെൻ വാഷിംഗ് ഓൾസോ ഓക്കെ. ഓക്കെ, വാഷിംഗ് ആയാലും കുഴപ്പമില്ല, അയോണിക് മാഗ്നറ്റിക് സെപ്പറേഷൻ ആയാലും കുഴപ്പമില്ല. വാഷിങ്ങിൽ ലോ ഡെൻസിറ്റി ഇംപ്യൂരിറ്റീസ് ആർ റിമൂവ്ഡ് ബൈ വാഷിംഗ്. അപ്പോൾ വാഷിംഗ് നമ്മൾ നോർമലി ചെയ്യുന്നത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസ് ആണ്. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേഗം വാഷ് ചെയ്ത് കളയാം. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ റോസ്റ്റിംഗ് നമ്മൾ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ടല്ലോ. റോസ്റ്റിംഗ് മീൻസ് ആഡിങ് ഓഫ് ഓക്സിജൻ. ഓക്കെ, ആഡിങ് ഓഫ് ഓക്സിജൻ, രണ്ടാമത്തെ സ്റ്റെപ്പ്, റൈറ്റ്. റോസ്റ്റിംഗ്, ആഡിങ് ഓഫ് ഓക്സിജൻ ഇൻ പ്രസൻസ് ഓഫ് എയർ ഓർ ഇൻ സപ്ലൈ ഓഫ് എയർ. എയറിൻ്റെ കുറച്ച് എക്സസൈസ് സപ്ലൈ നടത്തുന്ന പേരാണ് എന്ത്? റോസ്റ്റിംഗ്, റൈറ്റ്. റോസ്റ്റിംഗ് എയർ, റോസ്റ്റിംഗ് എയർ. ഓക്കെ, then sulfur, arsenic, phosphorus are removed and water also repelled. അപ്പം ഈ നമ്മുടെ ഹേമറ്റൈറ്റിലുള്ള സൾഫറും അർസനിക്കും ഫോസ്ഫറസും ഒക്കെ റിമൂവ് ചെയ്തു. ഏത്? റോസ്റ്റിംഗ് വഴി വാട്ടറിനെ നമ്മൾ എക്സ്പെൽ ചെയ്തു. പക്ഷെ നമുക്കിവിടെ ഒരു ഇംപ്യൂരിറ്റി ഉണ്ട്, സിലിക്കൺ ഡയോക്സൈഡ്. ഓക്കെ, ആ ഇംപ്യൂരിറ്റി അറിയാനാണ് നമ്മൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നത്. ദെൻ ബ്ലാസ്റ്റ് ഫെറൻസ്. ബ്ലാസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ പേര് ഭയങ്കര സെറ്റപ്പാണല്ലേ. ഒന്നുമില്ല, ഈ ചൂള എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് ബ്ലാസ്റ്റ് ഫ്രണ്ട്. അതിങ്ങനെ കെട്ടി വെച്ചേക്കാണ്, താഴെ നിന്നിങ്ങനെ തീ കൊടുത്ത് ഇവിടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ദിസ് വൺ ഈസ് ആർ ബ്ലാസ്റ്റ് ഫെറൻസ്, ലൈക്ക് നമ്മൾ ഈ ചൂള തന്നെ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറയുവാണെങ്കിൽ ഹേമറ്റൈറ്റഡ് എക്സ്ട്രാക്ഷൻ ഒരു 5 മാർക്സിൽ അല്ലെങ്കിൽ 3 മാർക്സിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഇത്രയൊക്കെ പറയും. നമുക്ക് ഹേമറ്റൈറ്റ് എന്ന് പറയുന്ന ഒരു ഓറിനെയാണ് കിട്ടിയത്, നമ്മളത് വാഷ് ചെയ്തു. അതിൽ കോൺസെൻട്രേഷൻ ഓഫ് ഓറിൽ കൂടെ നമ്മൾ കോൺസെൻട്രേഷൻ കിട്ടിയില്ലെങ്കിൽ ലീവ് ഇറ്റ്, വാഷ് ചെയ്തു. അയൺ നമുക്കറിയാം അത് മാഗ്നറ്റിക് സെപ്പറേഷൻ വഴി ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? അതിന് റോസ്റ്റിംഗ് ചെയ്തു. റോസ്റ്റിംഗ് ചെയ്തിട്ട് നമ്മൾ ബ്ലാസ്റ്റ് ഫെറൻസിലിട്ടു. പേരൊക്കെ ടോപ്പാണ്, പക്ഷെ സിമ്പിളാണ്. ഓക്കെ, സോ ബ്ലാസ്റ്റ് ഫെറൻസിലിട്ടു. ഈ ബ്ലാസ്റ്റ് ഫെറൻസിൽ ഇവിടെ താഴെ നിന്നാണ് നമ്മൾ ഹീറ്റ് കൊടുക്കുന്നത്, ചൂട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒന്നും എഴുതാൻ കിട്ടിയില്ലേ പറയും. ബ്ലാസ്റ്റ് ഫെറൻസിൽ താഴേന്ന് മേലേക്ക് പോകുമ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞു പോകുന്നു. ഓക്കെ, കാരണം നമുക്ക് ഇവിടെ 210 കെൽവിനാണ്, ഇങ്ങോട്ട് പോകുമ്പോൾ 1070 കെൽവിനാണ്. ചുമ്മാ ആഡ് ചെയ്തോ. ഇങ്ങനെയാണ് താഴേന്ന് മേലേക്ക് വരാൻ നേരത്ത് എന്ത് പോകുന്നു? ടെമ്പറേച്ചർ കുറയുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇനി പറയാണ്. ഓക്കെ, മിക്സ്ചർ ഓഫ് ഹേമറ്റൈറ്റ്, കോക്ക് ആൻഡ് ലൈം. അപ്പം നമ്മൾ ബ്ലാസ്റ്റ് ഫെറൻസിലേക്ക് എത്തി. അപ്പം നമ്മൾ ഇച്ചിരിയൊക്കെ വാഷ് ചെയ്തു, കുറേ ഇംപ്യൂരിറ്റീസിനൊക്കെ ഒഴിവാക്കി, റൈറ്റ്. വാട്ടറിനെ എക്സ്പെൽ ചെയ്തു. എക്സ്പെൽ മീൻസ് ഒഴിവാക്കി. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി കിട്ടിയ ആ ഹേമറ്റൈറ്റിനെ, അപ്പം ഹേമറ്റൈറ്റ് നമ്മൾ റിഫൈൻ ചെയ്യാണ്. ഓക്കെ, ഹേമറ്റൈറ്റിനെ നമ്മൾ എന്ത് ചെയ്തു? ബ്ലാസ്റ്റ് ഫെറൻസിലേക്ക് ഇട്ടു. ഓക്കെ, ആ കൂടെ കോക്ക്, കാർബൺ, ലൈം സ്റ്റോൺ ഇട്ടു. ഓക്കെ, നമ്മൾ ലൈം സ്റ്റോൺ ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു ഇംപ്യൂരിറ്റീനെ ഒഴിവാക്കാനാണ്. അത് നമുക്ക് പറഞ്ഞു വരാം. ഓക്കെ, സോ ലൈം, ഇത് ഇസ് നോട്ട് ലൈം സ്റ്റോൺ. ഓക്കെ, ലൈം സ്റ്റോൺ ആണ്. സോ മിക്സർ ഓഫ് ഹേമറ്റൈറ്റ്, കോക്ക്, ലൈം സ്റ്റോൺ. അപ്പോൾ ഇത് മൂന്ന് ഓർക്കുക: ഹേമറ്റൈറ്റ്, കോക്ക്, ലൈം സ്റ്റോൺ. ഇത് മൂന്നിനെ നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങോട്ടിട്ടു, ബ്ലാസ്റ്റ് ഫെറൻസിലേക്ക് ഇട്ടു. ഭയങ്കര തീയാണ്. ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ആൻഡ് ഇവിടെ നമ്മൾ റിഡക്ഷൻ സംഭവിപ്പിക്കണം. അതായത് ഈ ഹേമറ്റൈറ്റ് നമുക്ക് പ്യുവറായി കിട്ടണമല്ലോ. സോ നമ്മൾ ഹേമറ്റൈറ്റ് അല്ലെങ്കിൽ അയേണിൻ്റെ റിഫൈനിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. നമ്മൾ ഇലക്ട്രിസിറ്റി, കാർബൺ മോണോക്സൈഡ് എന്നാണ് പഠിച്ചത്. അപ്പോൾ നമ്മൾ കാർബൺ മോണോക്സൈഡ് നമ്മൾ കണ്ടു എവിടെയാണെന്നുള്ളത്, റൈറ്റ്. എവിടെയാണ്? ഹേമറ്റൈറ്റിലാണ്. സോ അതിപ്പോൾ ഈ 2 പോയിന്റ് ചെയ്താൽ, ഇനി ഒന്നും കിട്ടിയില്ല, ഈ 2 പോയിന്റ് ചെയ്താൽ നമ്മൾ എന്നിട്ട് എന്തൊക്കെ ഇട്ടു? നമ്മൾ ഹേമറ്റൈറ്റ് ഇട്ടു, കോക്ക് ഇട്ടു, ലൈം സ്റ്റോൺ ഇട്ടു. ഓക്കെ, നമ്മൾ
നമ്മൾ കുടിക്കുന്ന ലൈമൊക്കെ ഓർത്തിരിക്കുക. അത് കഴിഞ്ഞിട്ട് കോക്ക്, ഷട്ടിൽ ബാറ്റിൻ്റെ കോക്കൊക്കെ. അപ്പം അങ്ങനെയൊക്കെ ചെറുതാക്കി ഓർത്തിരിക്കുക. അത് കഴിഞ്ഞ് നമ്മളിട്ടു. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത് 1 വേർഡ് ആയിരിക്കും. വിച്ച് ഈസ് ദ റെഡ്യൂസിങ് ഏജൻറ്റ് ഓർ വിച്ച് ഹെൽപ്പ് ടു റെഡ്യൂസ് എന്ന് പറയും. ദാറ്റ് ഈസ് കാർബൺ മോണോക്സൈഡ്. വിച്ച് ഈസ് ദ റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കാർബൺ മോണോക്സൈഡ്. കീപ്പ് ഇൻ യുവർ മൈൻഡ്. ഈ കാർബൺ മോണോക്സൈഡ്, കാർബൺ നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി, CO. ഓക്കെ, CO എന്ന് എഴുതിയാലും മതി. കാർബൺ മോണോക്സൈഡിന് ദാറ്റ് ഈസ് CO. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ്, ഇതൊക്കെ ഇച്ചിരി ഇക്വേഷൻസ് ആണല്ലേ. എപ്പോഴും തലയ്ക്ക് വട്ടു പിടിക്കുന്നതാണ് നമ്മുടെ ഈ ഇക്വേഷൻസ്. കെമിസ്ട്രിയിൽ പ്രത്യേകിച്ച് ഇക്വേഷൻസിൻ്റെ ഒരു തിരമാല തന്നെയാണുള്ളത്. റൈറ്റ്? സോ നിങ്ങൾക്ക് ഇനി ഇതൊന്നും പറയാൻ പറ്റുന്നില്ലെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇൻ യുവർ വേർഡ്സ്. ഓക്കെ, ഇതൊക്കെ തെറ്റിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളത് വേർഡ്സിൽ എഴുതുക. ചിലപ്പോൾ നിങ്ങളോട് നമ്മുടെ നല്ല നേരത്തിന് എന്ത് ചെയ്യും, അത് കറക്റ്റ് ചോദിക്കും. റൈറ്റ് ദ ഇക്വേഷൻസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുടുങ്ങും. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, സോ C, that is coke. ഓക്കെ, C പ്ലസ് ഓക്സിജൻ, ഇവിടുത്തെ ഓക്സിജനുമായിട്ട്. അപ്പോൾ നമ്മൾ കോക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, കോക്ക് C ആണ്, ഇവിടുത്തെ ഓക്സിജൻ. നമുക്ക് തീ കത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ, അപ്പം O എന്ന്. അപ്പം Cയും Oയും ഉള്ളത് കാർബൺ ഡയോക്സൈഡ്. ആദ്യം നമ്മൾ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാക്കണം. അപ്പം C പ്ലസ് O2. ഇനി ഈ കാർബൺ ഡയോക്സൈഡ് അടുത്ത സ്റ്റെപ്പ്. ആദ്യം നമ്മൾ കാർബൺ ഡയോക്സൈഡ് C പ്ലസ് O2 നമ്മൾ എന്തായി, കാർബൺ ഡയോക്സൈഡ് എത്തി. ഇനി ആ കാർബൺ ഡയോക്സൈഡ് പിടിച്ച് അടുത്ത ലെവലിൽ വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ എന്തു, എഗെയിൻ C, നമ്മൾ കോക്ക് ഇട്ടിട്ടുണ്ട്. C പ്ലസ് ഹീറ്റ് ഇറ്റ് ഗീവ് 2CO. നമുക്കിതിനെയാണ് വേണ്ടത്. നമ്മൾ പറഞ്ഞു റെഡ്യൂസിങ് ഏജൻറ്റ്. ഓക്കെ, നമുക്ക് റെഡ്യൂസിങ് ഏജൻ്റ് ആണ് വേണ്ടത്. അതിനെ ഉണ്ടാക്കുന്നതാണ്, കാർബൺ മോണോക്സൈഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കളി മൊത്തം കളിച്ചത്. ഓക്കെ, നമ്മുടെ കാർബൺ മോണോക്സൈഡ് ആണ് നമ്മുടെ റെഡ്യൂസിങ് ഏജൻറ്റ് ഓർ വിച്ച് ഹെൽപ്പ് ടു റിഡക്ഷൻ. ഓക്കെ, സോ ആദ്യം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കി, കാർബൺ മോണോക്സൈഡ്. ഡൈ എന്ന് പറഞ്ഞാൽ 2 ഓക്സിജൻ, ഡൈ ഓക്സൈഡ്. മോണോ മീൻസ് 1, അങ്ങനെ ഓർത്തിരിക്കുക. ഡൈ മീൻസ് ഡൈ ഓക്സിജൻ, അപ്പം CO2. മോണോ ഇറ്റ് മീൻസ് 1 ഓക്സിജൻ, മോണോ, അപ്പം CO. അപ്പം നമുക്ക് അവിടെ എന്ത് കിട്ടി? ഇനി ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാം. സ്റ്റാർട്ട് വിത്ത് ദിസ് കാർബൺ ഡയോക്സൈഡ് പ്ലസ് കോക്ക് പ്ലസ് ഹീറ്റ് ഇറ്റ് ഗീവ് കാർബൺ മോണോക്സൈഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഈ കാർബൺ മോണോക്സൈഡിനെ നമ്മൾ Fe3O2നെ നമ്മൾ ദാറ്റ് ഈസ് ഹേമറ്റൈറ്റ്. ഓക്കെ, Fe2O3 മറന്നു പോരും, ദാറ്റ് ഈസ് ഹേമറ്റൈറ്റ്. ഓക്കെ, സോ കാർബൺ മോണോക്സൈഡുമായിട്ട് ഓക്കെ നമുക്ക് റിഡക്ഷൻ ഏജൻ്റ് ആൻഡ് റിഡക്ഷൻ എന്ന് പറയും നമ്മളവിടെ ഓക്സിജനെ ഒഴിവാക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടുത്തെ ഓക്സിജനെ ഒഴിവാക്കിയിട്ട് ഇവിടെ എഴുതുക Fe. ഓക്കെ, നമുക്കിതാണ് കിട്ടേണ്ടത്. ഓക്കെ, നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ് എന്നത് Feനെയാണ്. അപ്പോൾ നമ്മൾ ഈ സാധനം നമ്മൾ ചിലർ കാർബൺ ഡൈ ഓക്സൈഡ് ബൈഹാർട്ട് ചെയ്യും. റൈറ്റ്, അത് സിമ്പിളാണല്ലോ വിചാരിച്ച്. ബട്ട് നമുക്ക് കിട്ടേണ്ട പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് Fe ആണ്. ഓക്കെ, സോ കാർബൺ മോണോക്സൈഡ്, മോണോ 1, കാർബൺ മോണോക്സൈഡിനെ ഉപയോഗിക്കുന്ന ഓക്സിജനെ കളയാനാണ്. അപ്പം ഈ ഓക്സിജൻ പോയിട്ട് ഇവിടെ Fe ആകും. ദെൻ നെക്സ്റ്റ് ഈസ് ദിസ് വൺ. നമ്മളെ ഇതിൻ്റെ കൂടെ ഒരു കോക്കിൻ്റെ ഉപയോഗം നമ്മൾ കണ്ടു അല്ലേ. ഹേമറ്റൈറ്റ് ഓക്കെയാണ്. ഇനി ഈ ലൈം സ്റ്റോൺ എന്ന് പറയുന്ന സാധനമാണ് CaOCO3. നമ്മൾ പറയില്ലേ കാക്കോത്രി, നമ്മുടെ ഏതോ ഒരു സിനിമയിലെ ഡയലോഗില്ലേ കാക്കോത്രി, ദാറ്റ് ഈസ് CaCO3. ഓക്കെ, സോ ഈ കാക്കോത്രിയിൽ നിന്ന് നമുക്ക് ഈ സാധനമാണ് കിട്ടേണ്ടത്. ഇനി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ എല്ലായിടത്തും നിങ്ങൾ എന്ത് ചെയ്യുക, കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങ് എഴുതുക. എല്ലാ ഇക്വേഷനിലും ഈ 2 സാധനം ബൈഹാർട്ട് ആയിട്ട് എന്ത് ചെയ്യുക, കാർബൺ ഡൈ ഓക്സൈഡ് എഴുതുക. എല്ലായിടത്തും കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യണം, CaO കിട്ടണം. ദിസ് ഈസ് കാൽഷ്യം ഓക്സൈഡ് ഓർ ക്യുക്ലൈം. ഓക്കെ, ഇതിൻ്റെ പേരാണ് ക്യുക്ലൈം അല്ലെങ്കിൽ കാൽഷ്യം ഓക്സൈഡ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാട്ട് ഇസ് ദിസ് ഗേജ് എന്ന് പറയുന്നത് ഇംപ്യൂരിറ്റീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗേജ്. അപ്പോൾ നമുക്ക് കുറേ ഇംപ്യൂരിറ്റീസ് എല്ലാം മാറി, പക്ഷേ ഈ ഇംപ്യൂരിറ്റി മാത്രം മാറിയിട്ടില്ല.
അപ്പം ഈ ആളെ കളയണമെങ്കിൽ നമുക്ക് എന്തിനെ കൊണ്ടുവരണം? ഈ CaOനെ കൊണ്ടുവരണം. ഓക്കെ, സോ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്ലെക്സ്. ഫ്ലെക്സ് പ്ലസ് ഗേജ് ഇസ് ഗേസ് സ്ലാഗ്. ഓക്കെ, ഫ്ലെക്സ് പ്ലസ് ഗേജ് ഇറ്റ് ഗീവ് സ്ലാഗ്. സോ SiO2 പ്ലസ് കാൽഷ്യം ഓക്സൈഡ്. നമുക്ക് ഈ കാൽഷ്യം ഓക്സൈഡ് കിട്ടിയത് CaCO3 എന്നാണ്. ഓക്കെ, CaO പ്ലസ് SiO2 ഇറ്റ് പ്രൊഡ്യൂസ് സ്ലാഗ് CaSiO3. ഇത് എഴുതാൻ വളരെ സിമ്പിളാണ്. ഇത് നമ്മൾ കാണിച്ചു തരാവേ. ഈ CA എഴുതി, ഈ SI എഴുതി, ബാക്കി ഓക്സിജൻ 3 എണ്ണം എഴുതി, O3. ഇത് കണ്ടോ, CaSiO3. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ സ്പീഡ് കിട്ടിയല്ല. അപ്പം CaO വരെ CaCO3ന്ന് CaO കിട്ടുന്നു. ഈ CaOനെ നമ്മൾ SI, ഇതാണ് നമ്മുടെ ഇംപ്യൂരിറ്റിയുടെ പേരാണ് ഗേജ്. സോ ഇതിനെ നമ്മൾ പിന്നെ സ്ലാഗ്, ഈ പിന്നെ ഒരു ഫ്ലെക്സും ഗേജും റിയാക്ട് ചെയ്തിട്ട് നമുക്ക് സ്ലാഗിനെ കിട്ടുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈ ഒരു പോയിന്റ് കാണാം. ഇഫ് ഗേജ് ഈസ് ആസിഡ്, the basic flux is to be used. If gauge is basic, acidic flux is to be used. So നമ്മുടെ ഈ ഗേജിന്, ഓക്കെ, ഈ ഗേജിന് ഒരു ആസിഡിൻ്റെ നേച്ചർ ആണെങ്കിൽ ഫ്ലെക്സ് നമ്മളെപ്പോഴും ബേസ് ആയിരിക്കണം. ആസിഡ് കൂടെ എന്താവും? വലിയ ആസിഡാവും. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണം? അതിനൊന്ന് ന്യൂട്രൽ ചെയ്യണം. അപ്പം നമ്മുടെ ഇൻപ്യൂരിറ്റി ആസിഡ് ആണെങ്കിൽ നമ്മൾ അവിടുത്തെ ഫ്ലെക്സ് ആയിട്ട് ഉപയോഗിക്കേണ്ടത് ബേസ് ആണ്. ഓക്കെ, ഇനി അഥവാ നമ്മുടെ ഇൻപ്യൂരിറ്റി ഒരു ബേസ് ആണെങ്കിൽ യു ഹാവ് ടു യൂസ് ഫ്ലെക്സ് ആസ് ആസിഡ്. അപ്പം ആസിഡ് ആയിട്ടുള്ള ഒരു ആസിഡ് പ്രോപ്പർട്ടി ഉള്ള ഒരു ഫ്ലെക്സ് ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ഇതെന്ന് പറയുന്നത് ഗേജ് എന്ന് പറയുന്നത് ആസിഡ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, നമ്മുടെ ഗേജ് എന്ന് പറയുന്നത് ആസിഡ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് CaO എന്ന് പറയുന്നത് എന്താണ്? ബേസിക് ആണ്. ഓക്കെ, നമ്മുടെ SiO2 എന്ന് പറയുന്ന ആസിഡിക് ആണ്. അപ്പം നമ്മൾ ബേസായി ഉപയോഗിച്ചു. സോ ഇവിടെ കാർബൺ ഡയോക്സൈഡ് ഇട്ടിറങ്ങുക. കാർബൺ ഡയോക്സൈഡ് കോക്ക് എന്ന് പറഞ്ഞാൽ കോക്കുമായി റിയാക്ട് ചെയ്ത് കാർബൺ മോണോക്സൈഡ് ഉണ്ടെങ്കിൽ കാർബൺ മോണോക്സൈഡ് ഹേമറ്റൈറ്റുമായി റിയാക്ട് ചെയ്ത് FeI, നമുക്ക് Fe കിട്ടി. ഇനി CaCO3 നമുക്ക് CaO കിട്ടി. പിന്നെ നമ്മൾ ഒരു സ്ലാഗ് ഉണ്ടാക്കി CaSiO3. സോ നമ്മൾ CaO പ്ലസ് SiO2ന് നമ്മൾ CaSiO3 എന്ന് എഴുതി. ഇനി നിങ്ങൾക്ക് പിഗ് അയൺ എന്ന് നിങ്ങളുടെ ടെക്സ്റ്റിൽ കാണാം. ഓക്കെ, സോ പിഗ് അയൺ മീൻസ് ഇറ്റ് ഇസ് നോട്ട് ദ പ്യുവർ അയൺ. ഓക്കെ, നമുക്ക് പ്യുവർ അയൺ അല്ല പിഗ് അയൺ. സോ പിഗ് അയൺ നമ്മൾ ഈ സ്ലാഗ് ഉരുകി വരുന്നതിനാണ്. പിന്നെ നമ്മുടെ അടുത്ത ഹേമറ്റൈറ്റുമായിട്ട് റിയാക്ട്, അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? പിഗ് അയൺ കിട്ടുന്നത്. സോ ഈ പിഗ് അയണിൽ 4% കാർബൺ ഉണ്ട്, മാംഗനീസ് ഉണ്ട്, ദെൻ സിലിക്കൺ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്. അപ്പം നിങ്ങളോട് ചോദിക്കും ഈ പിഗ് അയണിൽ എന്തൊക്കെയാണുള്ളത്? കാർബൺ, 4% ഓഫ് കാർബൺ, മാംഗനീസ്, സിലിക്കോൺ ആൻഡ് ഫോസ്ഫറസ്. ഇതാണ് പിഗ് അയൺ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചിലപ്പോൾ മേ ബി നമുക്ക് ഭാഗ്യം ഉണ്ടേ വരും, റൈറ്റ്? പിഗ് അയൺ മീൻസ് കാർബൺ, നെക്സ്റ്റ് ഈസ് മാംഗനീസ്, നെക്സ്റ്റ് ഈസ് സിലിക്കോൺ ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഫോസ്ഫറസ്. ഇതാണ് നമ്മുടെ പിഗ് അയൺ. സോ ദിസ് ഈസ് ഓൺലി ആർ ബ്ലാസ്റ്റിഫെറൻസ് ആൻഡ് ഹേമറ്റൈറ്റ്. ഓക്കെ, ഇറ്റ്സ് വെരി സിമ്പിൾ. ഇനി നെക്സ്റ്റ് ടൈപ്സ് ഓഫ് അലോ ഈസ് സ്റ്റീൽ. അപ്പോൾ ഇതിനകത്തുനിന്ന് പോസിബിൾ ക്വസ്റ്റ്യൻ, സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഉള്ള എലമെൻറ്റ്സ് ഏതാണ്? അല്ലെങ്കിൽ വാട്ട് ഇറ്റ് ഈസ് ഫോർ യൂസ്, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദാറ്റ്, അതിൻ്റെ യൂസ് എന്താണ്? ഈ രണ്ട് പോസിബിൾ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, സോ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? മാർക്ക് സ്കോർ ചെയ്യാം. സോ ടൈപ്സ് ഓഫ് അലോയ് സ്റ്റീൽ. അലോയ് എന്ന് പറയുന്നത് ഒരു മിക്സറാണ്, ഹോമോലോഗസ് മിക്സറാണ്. ഓക്കെ, സോ നമ്മളിങ്ങനെ അലോയ്സ് ചേർക്കുന്നത് നമുക്ക് നമ്മുടെ സ്റ്റീലിനൊക്കെ കുറച്ച് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, മറ്റ് പെട്ടെന്ന് തുരുമ്പിക്കാതിരിക്കാൻ, അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട് നമ്മൾ അലോയ് ഉപയോഗിക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് നോട്ട് യുവർ യുവർ മാറ്റർ, അതൊന്നും നിങ്ങളുടെ മാറ്റർ അല്ല, നമുക്ക് എക്സാം പോയിന്റ് കിസ്, റൈറ്റ്? സോ സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഫസ്റ്റ് വൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ, Fe, chromium, Ni, nickel and carbon. It is hard manufacturing of vehicle parts.
അത് നിങ്ങൾക്കറിയാം സ്റ്റെയിൻലെസ് സ്റ്റീൽ നിങ്ങൾ എവിടെയൊക്കെ കണ്ടിട്ടുള്ളത്. സോ നമുക്കിതാണ് ഇമ്പോർട്ടൻറ്റ്. FeCrNiC നിക്. ഓക്കെ, നിക് അത് നിങ്ങൾ മാർക്ക് NiC. ദെൻ FeCr നിക് FeCr. ദെൻ അലീനിക്കോ, that is magnetic nature ഉണ്ട്, and it is manufacturing for permanent magnets. It is important. Okay, permanent magnet ബാക്കി രണ്ടും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, ഒരു വേറൊരു യൂസാണ്, റൈറ്റ്. പെർമനൻറ്റ് മാഗ്നറ്റ്. സി അലീനിക്കോ, അലീനിക്കോ, Al അലൂമിനിയം, Ni നിക്കൽ, CO കൊബാൾട്ട്. ഓക്കെ, അപ്പം ഈ പേരിൽ തന്നെ നമുക്ക് എലമെൻ്റ് കണ്ടു. അലീനിക്കോ, Al Ni CO. ദെൻ എക്സ്ട്രാ വന്നത് നമ്മുടെ അയേൺ ആണ്. എല്ലാത്തിലും അയേൺ ഉണ്ട്. അങ്ങനെ നിങ്ങളൊന്ന് ഈ നമ്മളോട് ഈ സ്റ്റെയിൻലെസ് സ്റ്റീലോ അലിനിക്കോ നിക്രോമോ എന്ത് ചോദിച്ചാലും എല്ലാത്തിൻ്റെ അകത്തും Feയും എല്ലാത്തിൻ്റെ അകത്തും Niയും ഉണ്ട്. ഇപ്പം ഇത് രണ്ടും ഉണ്ടല്ലോ, അത് നിങ്ങൾ അങ്ങ് എഴുതി വെക്കുക. ബാക്കി അലിനിക്കോ, Al Ni CO Fe. ദെൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ നിക് FeCr. ദെൻ നെക്സ്റ്റ് ഈസ് നിക്രോം. നിക്രോം നിങ്ങൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ കോയിലൊക്കെ, നമ്മുടെ ഇലക്ട്രിക് സാധനത്തിൻ്റെ ഒക്കെ കോയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? നിക്രോമാണ്. നിങ്ങൾ കേട്ടിട്ടുള്ള സാധനമാണ്, റൈറ്റ്. സോ ഹൈ റെസിസ്റ്റിവിറ്റിയാണ്, മീൻസ് ചൂടിനെ ഒത്തിരി തടയും, അല്ലെങ്കിൽ ഓവർ പവർ വരുമ്പോൾ തടയും. സോ ഇറ്റ് ഈസ് റെസിസ്റ്റൻറ്റ് ടു ഹൈ. ഓക്കെ, സോ നിക്രോം Ni ഉണ്ട്, Cr ഉണ്ട്, C ഉണ്ട്, Fe ഉണ്ട്. ഈ മൂന്നിൻ്റെ അകത്തും Feയും Niയും ഉണ്ട്. നിക്രോം CrC ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്യുക. സോ സ്റ്റെയിൻലെസ് സ്റ്റീൽ നിക് FeCr, അലീനിക്കോ Al Ni CO Fe, നിക്രോം Feയും Niയും നിക്രോമിലുണ്ട്. ദെൻ ക്രോം CrOC. ഓക്കെ, പെർമനൻറ്റ് മാഗ്നറ്റ്, ഇറ്റ് ഈസ് അലീനിക്കോ. ദെൻ നെക്സ്റ്റ് ഈസ് എക്സ്ട്രാക്ഷൻ ഓഫ് അലൂമിനിയം. Okay, aluminum, it is bauxite. Okay, so aluminum, bauxite, iron, hematite. നമ്മൾ രണ്ട് എക്സ്ട്രാക്ഷൻ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചത്. സോ കമ്പാരിറ്റീവ്ലി ബോക്സൈറ്റ് ആൻഡ് ഹെമറ്റൈറ്റ് ഈസ് ലിറ്റിൽ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ നമ്മളിവിടെ ലീച്ചിങ് ആണ്. നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഓറിനെ വാഷ് ചെയ്യണമല്ലോ. സോ ദിസ് ഈസ് ലീച്ചിങ്. അയൺ ഈസ് റോസ്റ്റിംഗ്. ഓക്കെ, സോ ലീച്ചിങ് ഉപയോഗിച്ചു. ലീച്ചിങ് എന്ന മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ബോക്സൈറ്റ് എന്ന ഓറിനെ ഫസ്റ്റ് സ്റ്റെപ്പ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ ചെയ്യുന്നത്. സോ നമ്മൾ ലീച്ചിങ്ങിൽ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് എന്ത് ചെയ്യും, ഓറ് ഇതിൽ സോലുബിൾ ആയിരിക്കണം, ഇംപ്യൂരിറ്റീസ് ഇൻസോലുബിൾ ആയിരിക്കണം, റൈറ്റ്. അപ്പോൾ നമ്മൾ ഈ ബോക്സൈറ്റിനെ സോൾവ് ചെയ്തു. സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH സൊല്യൂഷനിൽ ചെയ്തു. ദെൻ വി ഒബ്റ്റെയിൻഡ് സോഡിയം അലൂമിനേറ്റ് ഒബ്റ്റെയിൻ ചെയ്തു. ദെൻ വി ആഡ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ചെയ്ത് ഒരു ചെറിയ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാക്കി. ദെൻ നമ്മൾ എന്ത് ചെയ്തു, അതിന് ഹീറ്റ് ചെയ്തു. ദെൻ വി ഗോട്ട് അലൂമിന Al2O3. സോ ദീസ് ആർ ദ സ്റ്റെപ്സ്. ലീച്ചിങ് ആണ്, അത് കഴിഞ്ഞിട്ട് സോഡിയം അലൂമിനേറ്റ് കിട്ടി. ദെൻ അഗെയിൻ വി ആഡ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, അഗെയിൻ വി ഗോട്ട് അലൂമിനിയ. Then next, this also electrolysis of alumina. Okay, ഇത് എന്താണ്? ഇലക്ട്രോളിസിസ് തന്നെയാണ്. അപ്പോൾ രണ്ട് ഇലക്ട്രോളിസിസ്, ഒന്ന് നമ്മുടെ കോപ്പർ ആയിരുന്നു, റൈറ്റ്, കോപ്പർ. ഇവിടെ നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ഇലക്ട്രോളിസിസ് ഓഫ് അലൂമിന. സോ ഇതൊക്കെയാണ് നമ്മുടെ പരിപാടികൾ. സോ ഇവിടെയാണ് മോൾട്ടൺ അലൂമിനിയം മെറ്റൽ എടുക്കുന്നത്, ഈ താഴെ. ഓക്കെ, ഇനി നമുക്കറിയാം കാഥോഡും ആനോഡും വേണം, റൈറ്റ്. സോ നമ്മൾ പോസിറ്റീവ് ചാർജായിട്ട് കാർബൺ റോഡ്സ് ആണ് വെച്ചേക്കുന്നത്. ഓക്കെ, പോസിറ്റീവ് ചാർജായിട്ട് കാർബൺ റോഡ്സ് ആണ് വെച്ചേക്കുന്നത്. നെഗറ്റീവ് കാർബൺ ലൈനിങ്, ഒരു ബ്ലാക്ക് കളർ ഇങ്ങനെ പോകുന്ന കാണുന്നുണ്ടോ? ദിസ് വൺ. ഓക്കെ, ദിസ് ഈസ് നെഗറ്റീവ്, ദാറ്റ് ഈസ് ആനോഡ്. ഓക്കെ, നമ്മളൊരു സ്റ്റെയിൻലെസ് ഉണ്ട്. ഇനി ഇവിടുത്തെ ഇലക്ട്രോലൈറ്റ്, അതായത് അലൂമിനിയത്തിൻ്റെ ഇലക്ട്രോളിസിസിലെ ഇലക്ട്രോലൈറ്റ്, ദാറ്റ് ഈസ് മോൾട്ടൺ ക്രയോലൈറ്റ് ആൻഡ് അലൂമിന. ഓക്കെ, മോൾട്ടൺ ക്രയോലൈറ്റ് ആൻഡ് അലൂമിന.
ഇനി ഈ മോൾട്ടൺ ക്രയോലൈറ്റ് ഉപയോഗിച്ചതിന് 2 റീസൺസ് ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ആയിട്ട് കാണാം. സോ ഇതൊക്കെയാണ് നമ്മുടെ സംഭവങ്ങൾ. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ ഇലക്ട്രോളിസിസ് അലൂമിനിയത്തിൻ്റെ ആനോഡ് ഏതാണ്, കാഥോഡ് ഏതാണ്, ഇലക്ട്രോലൈറ്റ് ഏതാണ്? ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് പോസിബിൾ. ഓക്കെ, സോ കാർബൺ റോഡ് ഈസ് പോസിറ്റീവ്, AIP, A anode, P positive. So carbon rod is positive, carbon lining is cathode, that is negative, and electrolyte, that is molten cryolite and aluminium molten cryolite. Ini why we are using molten cryolite? Okay, why we are using molten cryolite? So it reduces the melting point. അപ്പോൾ നമ്മൾ ഇലക്ട്രോളിസിസ് നമ്മൾ ചെയ്യാൻ നേരത്ത് ഇലക്ട്രിസിറ്റി ചെയ്യാൻ പെട്ടെന്ന് നമ്മുടെ അലൂമിനിയം എന്ത് ചെയ്യും, മെൽട്ടാകും. അപ്പം ഈ ക്രയോലൈറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, കുറച്ച് നേരം എടുക്കും. സോ റെഡ്യൂസ് ദ മെൽട്ടിംഗ് പോയിന്റ് ആൻഡ് ഇൻക്രീസ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. നമ്മൾ ഇലക്ട്രോളിസിസ് എങ്ങനെയാണ് നടത്തുന്നത്? ബൈ യൂസിങ് ഇലക്ട്രിസിറ്റി, റൈറ്റ്? സോ ഇൻക്രീസ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആൻഡ് റെഡ്യൂസ് ദ melting point. And alumina is subjected with molten cryolite. So this is the equation, Na3Al(F6). Na3Al(F6) subject to electrolysis. And why we are using cryolite? These 2 points, and these are the equations. So these are the last and final equation for you, and this you have to study it. ഓക്കെ, സോ ആൻഡ് നിങ്ങൾ ഇതിൻ്റെ അകത്ത് നിന്ന് ക്രയോലൈറ്റ് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആക്കി നോക്കുക. ഇലക്ട്രോളിസിസ് ഓഫ് അലൂമിനിയത്തിൻ്റെ അകത്ത് വാട്ട് ആർ ദി ഇലക്ട്രോഡ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇലക്ട്രോഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ആൻഡ് ദ ഇക്വേഷൻസ്. ഓക്കെ, സോ വി ആർ ക്ലോസിങ് ദിസ് ചാപ്റ്റർ. ഓക്കെ, സോ ഇതിനകത്ത് ഇമ്പോർട്ടൻസ് പോയിൻറ്റ്സ് കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്, റൈറ്റ് എ ഷോർട്ട് നോട്ട്, റൈറ്റ്? ആൻഡ് നിങ്ങൾ എക്സാമിൻ്റെ തലേദിവസം ഈ സ്ലൈഡ് കാണുക, റൈറ്റ്? നിങ്ങൾ കടക്കാൻ പോകുന്ന മുമ്പ്, നമ്മൾ എക്സാമിന് തലേദിവസം നമ്മൾ കടക്കാൻ പോകുന്ന മുമ്പ് നമ്മുടെ ആപ്പ് ഉപയോഗിച്ച് എല്ലാവരും ആ സ്ലൈഡ്സൊക്കെ കാണുക, റിമെമ്പർ ചെയ്യുക എല്ലാ പോയിൻറ്റ്സും. ഓക്കെ, സോ ദിസ് ഈസ് എ സ്മോൾ കിസ്. ഓക്കെ, സോ താങ്ക് യു. Exam winner. Crack your exams with Exam Winner and be a true winner.